ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഹകാരി റേസ് പ്ലസ്. അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആ ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 10-16 ക്വസ്റ്റ്യനോളം നമ്മൾ എടുത്തിട്ടുണ്ട്. 432/2024 അതുപോലെ തന്നെ 382/2024 ചോദിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഡയറക്റ്റ് അല്ല ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് ഓരോ എക്സാമ്പിൾ തന്നിട്ട് അത് ഏതിന്റെ ഭാഗമാണ്, അങ്ങനെയാണ് കുറച്ച് ട്രിക്കി ആയിട്ടായിരുന്നു ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഫ്രം എ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഷെഡ്യൂൾസ് എ 1-on-1 മീറ്റിംഗ് വിത്ത് എ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ടു എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലോസ് ദ ഡീൽ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്താ പറഞ്ഞത്? ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യാണ്? ഫ്രം എ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആണ്. ഷെഡ്യൂൾ ചെയ്യുന്നത് എന്താണ്? 1-on-1 മീറ്റിംഗ് ആണ് വിത്ത് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ടു എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് ക്ലോസ് ദ ഡീൽ. എന്താണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ എന്താണോ ആ ബയറിന് കൊടുക്കുന്നത് അതിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് 1-on-1 മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്തത്. അത് ആർക്കാണ്? പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും എന്ത് പറഞ്ഞു കൊടുക്കുക? ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ പബ്ലിക് റിലേഷൻ, ഓപ്ഷൻ ബി പേഴ്സണൽ സെല്ലിംഗ്, ഓപ്ഷൻ സി അഡ്വർടൈസിംഗ്, ഓപ്ഷൻ ഡി സെയിൽസ് പ്രൊമോഷൻ. എന്തായിരിക്കും ഇവിടെ? ആ 1-on-1 മീറ്റിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ഓരോരുത്തരെയും പോയി കണ്ടാണ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഈ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ടേമിൽ നിന്ന് നമ്മൾ ഇതിന്റെ ആൻസർ കിട്ടണം. എന്താണിത്? പേഴ്സണൽ സെല്ലിംഗ് ആണ്. ഓപ്ഷൻ ബി പേഴ്സണൽ സെല്ലിംഗ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഓരോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന്റെ അടുത്തും പോയിട്ട് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഏതാണ്? പേഴ്സണൽ സെല്ലിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എയിൽ പറഞ്ഞത് പബ്ലിക് റിലേഷൻ ആണ്. എന്താണ് പബ്ലിക് റിലേഷൻ ഫോക്കസ് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഫോക്കസ് ഓൺ മാനേജിംഗ് ദ ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി റാദർ ദാൻ സെല്ലിംഗ് എ സ്പെസിഫിക് പ്രോഡക്റ്റ് ടു ആൻ ഇൻഡിവിജ്വൽ. എന്താണ് പബ്ലിക് റിലേഷൻ മെയിൻ ആയിട്ടും എയിം ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക എന്നതിലുപരി എന്താണ് നമ്മുടെ കമ്പനിയുടെ ഇമേജും റെപ്യൂട്ടേഷനെ എന്ത് ചെയ്യാണ്? ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞത്. കമ്പനിയുടെ ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഏതെന്ന് പറഞ്ഞത്? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഇവിടെ അതായിരുന്നു പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ആ ഒരു റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീച്ചേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് റിലേഷൻ അവിടെ ആൻസർ ആയിട്ട് വരില്ല. ഇവിടെ എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്? കമ്പനിയുടെ ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബിൽഡിംഗ് പോസിറ്റീവ് റിലേഷൻ വിത്ത് വേരിയസ് പബ്ലിക് ലൈക്ക് മീഡിയ, ഇൻവെസ്റ്റേഴ്സ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റി. എന്താണ് ഇവിടെ നമ്മൾ എന്ത് ബിൽഡ് ചെയ്യാണ്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ബിൽഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട്, മീഡിയയും ഇൻവെസ്റ്റേഴ്സും ലോക്കൽ കമ്മ്യൂണിറ്റി ഒക്കെ അടങ്ങുന്ന നമ്മുടെ പബ്ലിക്കുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. ഏതിലൂടെ? പബ്ലിക് റിലേഷനിലൂടെ. ഇനി പബ്ലിക് റിലേഷന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ പറയുന്നത്. അൺപെയ്ഡ് ഓർ ഏൺഡ് മീഡിയ. ഒന്നെങ്കിൽ അൺപെയ്ഡ് മീഡിയ ആകാം അല്ലെങ്കിൽ ഏൺഡ് മീഡിയ ആകാം. സച്ച് എസ് എ ന്യൂ സ്റ്റോറി അബൌട്ട് ദ കമ്പനീസ് ചാരിറ്റി വർക്ക് ഓർ എ പ്രസ് റിലീസ് അബൌട്ട് ന്യൂ ഡെവലപ്മെന്റ്. എന്താണ് നമ്മുടെ കമ്പനി ഒരു ചാരിറ്റി വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു പുതിയ സ്റ്റോറി കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്താണ് ഒരു പ്രസ് റിലീസ്, നമ്മുടെ പുതിയ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ് റിലീസ്. ഇതൊക്കെ എന്താണ്? പബ്ലിക് റിലേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ കാര്യങ്ങളാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാച്ച് ആകാഞ്ഞത് എന്നാണ് പറയുന്നത്. PR ഈസ് എ ബ്രോഡ്, അതായത് PR എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ആണ്. ഈസ് എ ബ്രോഡ് ആൻഡ് മാസ് ഓറിയന്റഡ്. ഇറ്റ് ഡസന്റ് ഇൻവോൾവ് ക്ലോസിംഗ് എ ഡീൽ ഇൻ എ 1-on-1 സെയിൽസ് മീറ്റിംഗ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എന്താണ്? ആ ഒരു ഡീല് ക്ലോസ് ചെയ്യുകയും ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയും 1-on-1 സെയിൽസ് മീറ്റിംഗിലൂടെ ആ ഒരു ഡീല് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞു അല്ലേ? പക്ഷെ പബ്ലിക് റിലേഷൻ അങ്ങനെയല്ല. അതെന്താണ്? ഒരു മീറ്റിംഗിലൂടെ ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യമല്ല പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? ബ്രോഡ് ആൻഡ് മാസ് ഓറിയന്റഡ് കോൺസെപ്റ്റ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് മാച്ച് ആകില്ല. രണ്ടാമത്തത് പറഞ്ഞത് പേഴ്സണൽ സെല്ലിംഗ് ആയിരുന്നു.
ദിസ് ഈസ് എ ഫേസ് ടു ഫേസ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതിന്റെ ആൻസർ ആണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ 1-on-1 കമ്മ്യൂണിക്കേഷൻ ആണ് ബിറ്റ്വീൻ എ സെല്ലർ ആൻഡ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ലേ, പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനോടാണ് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ബിക്കോസ് ദ സെയിൽ പേഴ്സൺ ക്യാൻ ടൈലർ ദി മെസ്സേജ് ബേസ്ഡ് ഓൺ ദി കസ്റ്റമർ സ്പെസിഫിക് നീഡ് ആൻഡ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഓരോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും അവർക്ക് എന്താണ് ആവശ്യമെന്ന് ആർക്ക് മനസ്സിലാവുന്നു, ഈ സെയിൽസ് പേഴ്സണിന് മനസ്സിലാവുകയും അതിനനുസരിച്ചിട്ട് അവരോട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. സോ ഇറ്റ് ഈസ് ഹൈലി എന്താണ് ഫ്ലെക്സിബിൾ ആണ്. പബ്ലിക് റിലേഷൻ പക്ഷെ അങ്ങനെയല്ല, മാസ്സായിട്ടായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗിൽ എന്തുണ്ട്, ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. ഇനി ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം രണ്ട് വ്യക്തികൾ, നമ്മുടെ സെയിൽസ് പേഴ്സണും പ്രോസ്പെക്റ്റീവ് ബയേഴ്സും തമ്മിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സും തമ്മിൽ എന്താണ് 1-on-1 അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കോൺടാക്ട് ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് എ 2-way കമ്മ്യൂണിക്കേഷൻ എയിംഡ് അറ്റ് ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ് ആൻഡ് ക്ലോസിംഗ് എ സ്പെസിഫിക് സെയിൽ. എന്താണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ ശരിയായിട്ട് വന്നത്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഷെഡ്യൂളിംഗ് എ മീറ്റിംഗ് ടു എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഇല്ലേ, ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോസ് ദ ഡീൽ എന്ന് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ ഒരു ടേം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, എന്താ 1-on-1 കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറഞ്ഞു. സോ എന്താണ് പേഴ്സണൽ സെല്ലിംഗിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ സിയിൽ പറഞ്ഞത് അഡ്വർടൈസിംഗ് ആണ്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡ് ഫോം ഓഫ് പ്രൊമോഷൻ ആണ് ഏതെന്ന് പറയുന്നത്, അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അഡ്വർടൈസ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. അതുപോലെ തന്നെ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന്റെ അടുത്ത് പോയിട്ടല്ല വരുന്നത്. ആരാണ്, ഒരു നോൺ പേഴ്സണൽ, അതായത് നമ്മുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേറെ ആരെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ടിവിയിലൊക്കെ വരുന്ന പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലേ, പല ആക്ടേഴ്സും ഒക്കെ ആയിരിക്കും ആ ഒരു പരസ്യം ചെയ്യുന്നത്. അയാൾ ആ കമ്പനിയായിട്ട് ബന്ധമുള്ള ഒരാളാണോ, അല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് എബൌട്ട് ആൻ ഓർഗനൈസേഷൻ ഓർ പ്രോഡക്റ്റ് ബൈ ആൻ ഐഡന്റിഫൈഡ് സ്പോൺസർ. എന്താണ് ഇവിടെ സ്പോൺസറെ ഐഡന്റിഫൈ ചെയ്തിരിക്കും. കാരണം ആ കമ്പനി ഒരു പരസ്യം എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയാണ് അതിന്റെ സ്പോൺസർ അല്ലേ. അപ്പോൾ ഇത് പെയ്ഡ് ഫോം ആണ്, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഐഡന്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കും ത്രൂ എ മാസ് മീഡിയ. അതുപോലെ തന്നെ ഇത് എവിടെക്കൂടെ ആയിരിക്കും വരുന്നത്, ഒരു മാസ് മീഡിയയിലൂടെ ആയിരിക്കും, അല്ലാതെ 1-to-1 അല്ല വരുന്നത്. മാസ് മീഡിയ ലൈക്ക് TV, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ബിൽ ബോർഡ്സ്, ഇതുപോലെയുള്ള മാസ് മീഡിയയിലൂടെ ആയിരിക്കും എന്ത് വരുന്നത്, അഡ്വർടൈസ്മെന്റ് വരുന്നത്. അപ്പൊ അഡ്വർടൈസ്മെന്റ് കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ഫോം ആണ്, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഐഡന്റിഫൈഡ് സ്പോൺസേഴ്സ് ഉണ്ടാകും, മാസ് മീഡിയം ആണ്. ഇവിടെ അതുപോലെ അടുത്ത പറയുന്ന കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 1-way കമ്മ്യൂണിക്കേഷൻ എയിംഡ് അറ്റ് ലാർജ് ഓഡിയൻസ്. ഇതെന്താണ്, 1-way കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. നമ്മൾ ടിവിയിലൂടെ ഒരു പരസ്യം കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ, ഇല്ല. സോ ഇറ്റ് ഈസ് എ 1-way കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ലാർജ് ഓഡിയൻസിനെയാണ് ആര് എയിം ചെയ്യുന്നത്, നമ്മുടെ അഡ്വർടൈസിംഗിൽ എയിം ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് ആകാഞ്ഞത്, നമുക്കറിയാം ഈ പറഞ്ഞ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. വൈൽ എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് മൈറ്റ് യൂസ് ആൻഡ് ആഡ് ടു ഗെറ്റ് ദ ലീഡ്, ദ ആക്ച്വൽ മീറ്റിംഗ് ടു ക്ലോസ് ദ ഡീൽ ഈസ് നോ ലോങ്ങർ അഡ്വർടൈസിംഗ്, ഇറ്റ് ഹാസ് ബിക്കം പേഴ്സണൽ അല്ലേ. എന്താ പറഞ്ഞത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ 1-on-1 എന്താ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫീച്ചേഴ്സ്. അതിനുശേഷം ആ ഒരു ഡീൽ ക്ലോസ് ചെയ്യുന്നതായിട്ടും പറയുന്നു. നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ അങ്ങനെയാണോ, 1-on-1 അല്ല വരുന്നത്. എന്താണ്, 1-way കമ്മ്യൂണിക്കേഷൻ എയിംഡ് അറ്റ് ലാർജ് ഓഡിയൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, നോൺ പേഴ്സണൽ ആണ് ഏതെന്ന് പറയുന്നത്, അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത് എന്താണ്, പ്യുവർലി പേഴ്സണൽ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് സെയിൽസ് പ്രൊമോഷൻ ആണ്. സെയിൽസ് പ്രൊമോഷൻ ആർ ഷോർട്ട് ടേം ഇൻസെന്റീവ് ഡിസൈൻഡ് ടു എൻകറേജ് ദ ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. എന്താണ്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന, അതായത് പർച്ചേസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള
ഷോർട്ട് ടേം ഇൻസെന്റീവിനെയാണ് എന്തെന്ന് പറഞ്ഞത്, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ കീ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒരെണ്ണം കൂടെ ഫ്രീ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സെയിൽ അവിടെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം ഇൻസെന്റീവ് ആണ് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ കൂപ്പൺസ് കൊടുക്കുന്നു, ലിമിറ്റഡ് ടൈം ഡിസ്കൗണ്ട് കൊടുക്കുന്നു, ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സെയിൽസ് പ്രൊമോഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ബൈ വൺ ഗെറ്റ് വൺ ഓഫർ, അതുപോലെ തന്നെ കൂപ്പൺസ്, ലിമിറ്റഡ് ടൈം ഡിസ്കൗണ്ട്സ്, ഫ്രീ ഗിഫ്റ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സെയിൽസ് പ്രൊമോഷന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വരില്ല എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതുപോലെ ബൈ വണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീയോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻസെന്റീവോ ഒന്നുമല്ല. സോ എന്താണ്, നമ്മുടെ സെയിൽസ് പ്രൊമോഷനും ആ ഒരു ആൻസർ ആയിട്ട് വരാത്തതാണ്. അപ്പൊ 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ ഓപ്ഷൻ വരാനുണ്ടായ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ടേബിൾ നോക്കാം. എന്തൊക്കെയാണ്, പബ്ലിക് റിലേഷൻ, പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് മാസ് ആകാം അല്ലെങ്കിൽ വൺ വേ ആകാം. അതുപോലെ തന്നെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ബിൽഡ് എ പോസിറ്റീവ് ഇമേജ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്, 2 വേ ആണ് അല്ലേ. ഓരോ ഫേസ് ടു ഫേസ് ആണ് എന്ന് പറഞ്ഞു, ഓരോ ഇൻഡിവിജ്വലിന്റെ അടുത്തുമാണ് ചെല്ലുന്നത്. അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാസ് ആണ്, വൺ വേ ആണ്. അവിടുത്തെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് റീച്ച് മെനി പീപ്പിൾ ക്വിക്ലി അല്ലേ, മാസ് ഓഡിയൻസിനെയാണ് അവിടെ എയിം ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ നടത്തുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെന്റ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞത്. സെയിൽസ് പ്രൊമോഷനിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാസ് ഓർ ഇൻഡിവിജ്വൽ രണ്ടും ആവാം. സെയിൽസ് പ്രൊമോഷനിൽ മാസ് ആകാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആകാം. അവിടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രൊവൈഡ് എ ഷോർട്ട് ടേം റീസൺ ടു ബൈ, അതായത് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു റീസൺ, ഷോർട്ട് ടേം റീസൺ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ മാർച്ച് 31 വരെ 10% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ്. ഇതൊക്കെ എന്താണ്, ആ ഒരു ബൈ, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ റീസണും കൂടെ ആക്കി തരികയാണ് എന്ത്, സെയിൽസ് പ്രൊമോഷനിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്നാക്ക് ബ്രാൻഡ് ഓഫർ എ ബൈ വൺ ഗെറ്റ് വൺ free deal at a supermarket for a limited period to increase short term sales. This is an example of. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ കൊടുക്കുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ എ സൂപ്പർ മാർക്കറ്റ്, ഓപ്ഷൻ ബി അഡ്വർടൈസിങ്, ഓപ്ഷൻ സി ബണ്ടിൽ സെല്ലിങ്, ഓപ്ഷൻ ഡി സെയിൽസ് പ്രൊമോഷൻ. ഏതായിരിക്കും, നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. ഇതെന്താണ്, സെയിൽസ് പ്രൊമോഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, ഇവിടെ അവർ ചെയ്യുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ് നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻക്രീസ് ഷോർട്ട് ടേം സെയിൽസ് അല്ലേ, ഷോർട്ട് ടേം സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് പീരീഡ് ഇൻസെന്റീവ് ആണ് നൽകുന്നത്. എന്താ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. എന്താണ്, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ്. അപ്പൊ അത് ഇവിടെ എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്, അത് സെയിൽസ് പ്രൊമോഷൻ ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ആദ്യം അവർ തന്നിരിക്കുന്ന ഓപ്ഷൻ എ സൂപ്പർ മാർക്കറ്റ് എന്നാണ്. A supermarket is a large-scale departmentalized retail establishment operate primarily on self-service basis. Supermarket എന്താണെന്ന് നമുക്കറിയാലേ, നമ്മൾ പല സൂപ്പർ മാർക്കറ്റിലും പോകുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ബിസിനസ് ആണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റലൈസ്ഡ് റീറ്റെയിൽ ആണ് നടക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് സെൽഫ് സർവീസ് ബേസിസ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അത് ബില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലാർജ് സ്കെയിൽ സ്ഥാപനങ്ങളാണ് ഏതെന്ന് പറഞ്ഞത്, സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞത് അഡ്വർടൈസിംഗ് ആയിരുന്നു. അഡ്വർടൈസിംഗ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ, പെയ്ഡ് ഫോം ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോൺ പേഴ്സണൽ ആണ്, ഐഡന്റിഫൈഡ് സ്പോൺസർ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അഡ്വർടൈസിംഗ് ഈസ് എ പെയ്ഡ് മെസ്സേജ് യൂസ്ഡ് ടു ഇൻഫോം ഓർ പെർസ്വേഡ് എ മാസ് ഓഡിയൻസ്. എന്താണ്, പെയ്ഡ് ഫോം ആണ്. അതുപോലെ തന്നെ മാസ് ഓഡിയൻസിനെയാണ് ഇവിടെ എയിം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താ പറഞ്ഞത്, ദ ഡിഫറൻസ് എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ടെൽ യു അബൌട്ട് ദ പ്രോഡക്റ്റ്. അതായത് അഡ്വർടൈസിംഗിൽ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ സെയിൽസ് പ്രൊമോഷനിൽ എന്താണ്, ഗിവ് എ സ്പെസിഫിക് റീസൺ ടു ബൈ. അത് ഇമ്പോർട്ടന്റ് ആണ്. അഡ്വർടൈസിംഗിൽ പ്രോഡക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നാൽ സെയിൽസ് പ്രൊമോഷനിൽ എന്താണ്, നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു എക്സ്ട്രാ റീസണും കൂടെ അവർ തരികയാണ് അല്ലേ. ഒരെണ്ണം കൂടെ എക്സ്ട്രാ തരുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരുന്നു, കൂപ്പൺ തരുന്നു, ഫ്രീ ഗിഫ്റ്റ് തരുന്നു. ഇതൊക്കെ എന്താണ്, നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു റീസണും കൂടെ അവർ തരികയാണ് ചെയ്യുന്നത്. അഡ്വർടൈസിംഗിൽ എന്താണ് ആ പ്രോഡക്റ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഓപ്ഷൻ സിയിൽ പറഞ്ഞത് ബണ്ടിൽ സെല്ലിംഗ് എന്നാണ്. ബണ്ടിൽ സെല്ലിംഗ് അല്ലെങ്കിൽ ബണ്ടിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇൻവോൾവ് സെല്ലിംഗ് 2 or more different product together as a single unit often for a lower price than if bought separately. ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, രണ്ടോ അതിലധികമോ പ്രോഡക്റ്റുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വിൽക്കുന്നതാണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വിൽക്കുന്നതാണ് ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത്. ഇവ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ബ്രഷും അതുപോലെ തന്നെ പേസ്റ്റും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള വിലയേക്കാൾ ഇത് ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും. അതെന്താണ്? ബണ്ടിൽ സെല്ലിംഗ് ആണ്. അതാണ് ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇവിടെ നമുക്ക് എന്തല്ല, ഈ ഫ്രീ ഗിഫ്റ്റ് ഒന്നും അല്ല കൊടുക്കുന്നത്. അത് രണ്ടിനും എന്തുണ്ട്? പൈസയുണ്ട്. ബ്രഷിനും പൈസയുണ്ട്, പേസ്റ്റിനും പൈസയുണ്ട്. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താണ്? ആ ഒരു കുറവാണ് വരുന്നത്. അല്ലാണ്ട് അവിടെ ഫ്രീ ഒന്നും അല്ല നൽകുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഇൻകറക്റ്റ് ആയത് എന്ന് പറയുന്നുണ്ട്. ബണ്ടിലിംഗ് ഈസ് ഓഫൺ എ പെർമനന്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ഇതെന്ന് പറയുന്നത് ഒരു പെർമനന്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ്. നമ്മൾ സെയിൽസ് പ്രൊമോഷനിൽ പറഞ്ഞത് ഷോർട്ട് ടേം സ്ട്രാറ്റജി ആണ് എന്നാണ്. പക്ഷെ ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനന്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ്. സോ ഇതെന്തായിട്ട് വരില്ല? നമ്മുടെ ആൻസർ ആയിട്ട് വരത്തില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെമ്പററി ആണ് പ്രൊമോഷൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് സെയിൽസ് പ്രൊമോഷൻ ആണ്. സെയിൽസ് പ്രൊമോഷൻ ആയിരുന്നു നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. കീ വേർഡുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഷോർട്ട് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. ഡിസൈൻഡ് ടു സ്റ്റിമുലേറ്റ് എ ക്വിക്ക് ഇൻക്രീസ് ഇൻ സെയിൽസ് ഓർ എൻകറേജ് എ ട്രയൽ ഓഫ് എ പ്രൊഡക്റ്റ്. എന്താണ്? നമ്മുടെ സെയിൽസിനകത്ത് പെട്ടെന്നൊരു വർധന വരുത്താനോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ട്രയൽ എൻകറേജ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് ഏതെന്ന് പറഞ്ഞത്? സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ ടൈം സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ടാഞ്ചിബിൾ വാല്യൂ, അതായത് ഡിസ്കൗണ്ടോ ഫ്രീ ബൈസോ കൂപ്പൺസോ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് സ്പൈക്ക് ഇൻ സെയിൽസ് ചാർട്ട്. സെയിൽസ് ചാർട്ടിൽ ഒരു പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സെയിൽസ് പ്രൊമോഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യനിൽ ബൈ വൺ ഗെറ്റ് വൺ എന്നാണ് പറഞ്ഞത്. ഇതെന്താണ്? കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് പ്രൊമോഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ബണ്ടിൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷനും ഏകദേശം നിങ്ങൾക്ക് ഒരുപോലെ വരും. അവിടെ രണ്ടിടത്തും എന്താണ്? പ്രോഡക്റ്റുകൾ ഡിഫറെന്റ് ആയിട്ടുള്ളത് കിട്ടും. ഇപ്പം ഒരെണ്ണത്തിന്റെ കൂടെ മറ്റൊന്ന് ഫ്രീ കിട്ടുന്നു എന്ന പോലെ തന്നെയാണ് ബണ്ടിലിൽ നമ്മൾ പറഞ്ഞതില്ലേ. അതായത് ബ്രഷും പേസ്റ്റും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടുന്ന അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരാം. അപ്പോൾ അത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം നമുക്ക് നോക്കാം. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത് ഓഫൺ പെർമനന്റ് ഓർ ലോങ് ടേം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഷോർട്ട് ടേം ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്? ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. സെയിൽസ് പ്രൊമോഷൻ ഉറപ്പായിട്ടും എന്താണ്? ടെമ്പററി അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈമിലേക്കാണ് അത് നൽകുന്നത്. ഇനി പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ബണ്ടിൽ സെല്ലിംഗിൽ ഇൻക്രീസ് ആവറേജ് ഓർഡർ വാല്യൂ. നമ്മുടെ ആവറേജ് ഓർഡർ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ബണ്ടിൽ സെല്ലിംഗിന്റെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞത്. എന്നാൽ സെയിൽസ് പ്രൊമോഷൻ എന്താണ്? ഷോർട്ട് ടേം വോളിയം ബൂസ്റ്റ് ചെയ്യുക, നമ്മുടെ ഷോർട്ട് ടേം സെയിൽസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് പ്രൊമോഷന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞത്. ഇനി പ്രോഡക്റ്റ് മിക്സിലേക്ക് വരുമ്പോൾ ബണ്ടിൽ സെല്ലിംഗിൽ യൂഷ്വലി ഡിഫറെന്റ് പ്രോഡക്റ്റ്, എന്താണ്? ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ അവിടെ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. എന്നാൽ സെയിൽസ് പ്രൊമോഷനിൽ ഏകദേശം സെയിം ആയിരിക്കും. നമ്മൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഫ്രീ കിട്ടുന്നത് അല്ലേ. ഏകദേശം സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കും വരുന്നത്. ഫുള്ള് സെയിം എന്നല്ല, യൂഷ്വലി സെയിം എന്നാണ് പറയുന്നത്. ഇനി അർജൻസി നോക്കുമ്പോൾ എന്താണ്? ബണ്ടിൽ സെല്ലിംഗിന് ലോ അർജൻസി ആണ് വരുന്നത്. എന്നാൽ സെയിൽസ് പ്രൊമോഷന് ഹൈ അർജൻസി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആഫ്റ്റർ എ പ്രോഡക്റ്റ് റീകോൾ എ കാർ മാനുഫാക്ചറർ ഹോൾഡ് എ പ്രസ് കോൺഫറൻസ് ആൻഡ് ഇഷ്യൂ എ പബ്ലിക് അപ്പോളജി ടു മെയിൻറ്റെയിൻ കസ്റ്റമർ ട്രസ്റ്റ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. എന്താണ്? ഒരു പ്രോഡക്റ്റ് റീകോൾ ചെയ്തു. അതായത് ഒരു കാർ മാനുഫാക്ചറർ കാർ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ട് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ആ പ്രോഡക്റ്റ് റീകോൾ ചെയ്തു. റീകോൾ ചെയ്തതിന് ശേഷം അവർ എന്ത് ചെയ്തു? ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. എന്നിട്ട് ഇത് വാങ്ങിച്ചവർക്ക് എന്ത് ചെയ്തു? ഒരു അപ്പോളജി, അതായത് അവർ പബ്ലിക്കിനടുക്ക് ഒരു ക്ഷമാപണം നടത്തി. ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്താൽ ഈ പ്രോഡക്റ്റ് റീകോൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ എന്ത് ചെയ്തു? ഒരു പ്രസ് കോൺഫറൻസ് വഴി നമ്മുടെ പബ്ലിക്കിനെ അറിയിക്കുകയും ഒരു അപ്പോളജി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതെന്താണ്? കസ്റ്റമേഴ്സിന് ഒരു ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ഇതെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ പേഴ്സണൽ സെല്ലിംഗ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഓപ്ഷൻ സി പബ്ലിക് റിലേഷൻ, ഓപ്ഷൻ ഡി സെയിൽസ് പ്രൊമോഷൻ. ഇവിടെ എന്താണ്? കമ്പനിയുടെ ഇമേജും റെപ്യൂട്ടേഷനെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സാധനം ഇറക്കിയിട്ട് അത് റീകോൾ ചെയ്യുമ്പോൾ ചുമ്മാ ഒന്നും പറയാതെ റീകോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും അല്ലേ, എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ഇന്ന മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അവരത് എടുത്തു എന്നിട്ട് ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മളെ അത് അറിയിച്ചില്ല എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ആ ഇമേജ് എന്താണ്? കമ്പനിക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അത് നഷ്ടമാകാതിരിക്കാൻ, ഇമേജും റെപ്യൂട്ടേഷനും നഷ്ടമാകാതിരിക്കാനാണ് എന്ത് ചെയ്തത്? കമ്പനി ഇതുപോലൊരു പബ്ലിക് അപ്പോളജി നടത്തിയത്. അങ്ങനെ ഇമേജും റെപ്യൂട്ടേഷനും വരുന്ന ഒരു ടേം നമ്മൾ പഠിച്ചതാണ്. അത് ഇതിൽ ഏതായിരുന്നു? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഏതാണിത്? പബ്ലിക് റിലേഷൻ ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ
ആയിട്ട് വരുന്നത് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ കാർ കമ്പനി അല്ലെങ്കിൽ ആ കാർ മാനുഫാക്ചറർ എന്ത് നടത്തിയത്, ഇതുപോലെ ഒരു പബ്ലിക് അപ്പോളജി നടത്തി അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയത്. സോ നമുക്ക് ആൻസർ ആയിട്ട് ഏത് പറയാം, പബ്ലിക് റിലേഷൻ പറയാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, എന്താണ് 1-on-1 മെന്റർഷിപ്പ് അല്ലെങ്കിൽ 1-on-1 കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്, പേഴ്സണൽ സെല്ലിംഗിൽ വരുന്നത്. ഇവിടെ നമ്മൾ 1-on-1 ആണോ കൊടുത്തത്, അല്ല, എന്താണ് ഒരു പബ്ലിക് കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് ആണ് നടത്തിയത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരില്ല. ദെൻ അടുത്ത് പറഞ്ഞത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, പുതിയൊരു ടേം ആണ്, എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ട്ലി വിത്ത് എ ടാർഗറ്റഡ് ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വയ മെയിൽ, ഇമെയിൽ ഓർ SMS ടു ഗെറ്റ് എ മെഷറബിൾ റെസ്പോൺസ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നമ്മുടെ ടാർഗറ്റഡ് ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസിന് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. ഒന്നെങ്കിൽ അവർക്ക് മെയിലോ ഇമെയിലോ SMS ഒക്കെ അയച്ചുകൊണ്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്, അവരുടെ റെസ്പോൺസ് മെഷർ ചെയ്യാനാണ് ചെയ്യുന്നത്. ഇവിടെ അതാണോ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും മെയിൽ അയച്ചു എന്നാണോ പറഞ്ഞത്, അല്ല, പ്രസ് കോൺഫറൻസ് നടത്തിയെന്നാണ് പറഞ്ഞത്. സോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻസർ ആയിട്ട് വരില്ല. ഇനി എന്താണ്, പബ്ലിക് റിലേഷൻ ആണ് പറഞ്ഞത്. ദിസ് സീനറിയോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രൈസിസ് മാനേജ്മെന്റ് അല്ലേ. ഇതെന്താണ്, ഒരു ക്രൈസിസ് വന്നതാണ്, അവർ മാനുഫാക്ചർ ചെയ്ത കാറിനകത്ത് എന്തോ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് അത് റീകോൾ ചെയ്തത് അല്ലേ. അപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഈസ് എ കോർ ഫംഗ്ഷൻ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ഒരു കോർ ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അൺലൈക്ക് ദി അതർ ഓപ്ഷൻ, ദ ഗോൾ ഹിയർ ഈസ് ഇൻ ടു സെൽ എ സ്പെസിഫിക് കാർ ടുഡേ ബട്ട് ടു പ്രൊട്ടക്ട് ദ ബ്രാൻഡ് ലോങ് ടേം റെപ്യൂട്ടേഷൻ. ഇവിടെ ഒരു കാർ വിൽക്കുക എന്നുള്ളതല്ല അവർ ചെയ്തത്, നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ മാനുഫാക്ചറുടെ ലോങ് ടേം റെപ്യൂട്ടേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് അപ്പോളജി കൊടുത്തത്. സോ ആൻസർ വരുന്നത് പബ്ലിക് റിലേഷൻ ആണ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഡിസ്കൗണ്ടോ കൂപ്പൺസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബൈ വൺ ഗെറ്റ് വണ്ണോ ഒക്കെ കൊടുത്തിട്ട് എന്താണ് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ആണ് ഏതെന്ന് പറഞ്ഞത്, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പബ്ലിക് റിലേഷനും ഡയറക്റ്റ് മാർക്കറ്റിംഗും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നോക്കാം. പബ്ലിക് റിലേഷന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞത് ജനറൽ പബ്ലിക് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. എന്നാൽ ടാർഗറ്റ്, അതായത് ഡയറക്റ്റ് മാർക്കറ്റിൽ എന്തുണ്ട്, ടാർഗറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. പബ്ലിക് റിലേഷനിൽ നമ്മൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തിയത് അല്ലേ, പ്രസ് കോൺഫറൻസ് വഴി പബ്ലിക്കിലേക്ക് ഒരു അപ്പോളജി ആണ് കൊടുത്തത്. സോ അവിടുത്തെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് ആണ്. ഇനി പ്രൈമറി ഗോൾ എന്താണ്, പബ്ലിക് റിലേഷനകത്ത് റെപ്യൂട്ടേഷൻ ആൻഡ് ട്രസ്റ്റ് അല്ലേ, നമ്മുടെ റെപ്യൂട്ടേഷനും ട്രസ്റ്റും ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞത്. ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ സ്പെസിഫിക് റെസ്പോൺസ് ഓർ ആക്ഷൻ, നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ സ്പെസിഫിക് റെസ്പോൺസും ആക്ഷനും എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് പ്രൈമറി ഗോൾ. ഇനി കമ്മ്യൂണിക്കേഷൻ നോക്കാം. പബ്ലിക് റിലേഷനിൽ എന്താണ്, മാസ് മീഡിയ, നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് പ്രസ് കോൺഫറൻസ് ആയിരുന്നു വന്നത്, മാസ് മീഡിയ ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വരുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഡയറക്റ്റ് ചാനൽ, അതായത് ഇമെയിലോ SMS ഇതുപോലെയുള്ള ഡയറക്റ്റ് ചാനലിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ പബ്ലിക് റിലേഷനിൽ ഓഫൺ ഏൺഡ്, അതായത് മീഡിയ കവറേജ് വഴിയാണ് വരുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിൽ പെയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ് വരുന്നത്. ഇത്രയാണ് ആ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്കിൻ കെയർ കമ്പനി ലോഞ്ച് എ ടെലിവിഷൻ ക്യാമ്പയിൻ ഷോകേസിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സ് ന്യൂ ആന്റി ഏജിംഗ് ക്രീം. ദ ആഡ് റീച്ച് മില്യൺ ഓഫ് വ്യൂവേഴ്സ് ഇൻ എ ഷോർട്ട് ടൈം. വാട്ട് ഈസ് ദി പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഫോം ഓഫ് അഡ്വർടൈസിംഗ്? എന്താണ്, ഇതൊരു അഡ്വർടൈസിംഗ് ആണെന്ന് അവർ തന്നെ പറഞ്ഞു. ഏതോ ഒരു ഫോം ഓഫ് അഡ്വർടൈസിംഗ് ആണ്. ഈ ഒരു അഡ്വർടൈസിംഗ് ഫോമിന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത്, പ്രൈമറി അഡ്വാൻറ്റേജ്. ഇവിടെ എന്താ ചെയ്തത്, സ്കിൻ കെയർ കമ്പനി ലോഞ്ച് ചെയ്തത് എന്താണ്, ഒരു ടെലിവിഷൻ ക്യാമ്പയിൻ ആണ്. ഓക്കെ, ടെലിവിഷൻ ക്യാമ്പയിൻ ആണ് നടത്തിയത്. അവരുടെ പുതിയ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ആഡ് എന്ന് പറഞ്ഞത് എവിടെ റീച്ച് ചെയ്തു, മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് റീച്ച് ചെയ്തിട്ടുള്ള ഷോർട്ട് ടൈമിൽ തന്നെ എന്ത് ചെയ്തു, മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോം ഓഫ് അഡ്വർടൈസ്മെന്റിന്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ ഒരുപാട് വ്യക്തികൾ കണ്ടു കഴിഞ്ഞു, ടെലിവിഷൻ ക്യാമ്പയിനിലൂടെയാണ് നടന്നത്, ഷോർട്ട് ടേമിൽ തന്നെ ഇത്രയും വ്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഇമ്മീഡിയറ്റ് സെയിൽസ് ക്ലോഷർ, ഓപ്ഷൻ ബി പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ സി വൈഡ് ഓഡിയൻസ് റീച്ച്, ഓപ്ഷൻ ഡി ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടോ, ഇമ്മീഡിയറ്റ് സെയിൽസ് ക്ലോഷർ പറയുന്നുണ്ടോ? ഇല്ല, അപ്പൊ അത് വരില്ല. പിന്നീട് എന്താണ്, പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ടെലിവിഷൻ ക്യാമ്പയിൻ ആകുമ്പോൾ പേഴ്സണലൈസ്ഡ് ആണോ? അല്ല, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. സോ അതും വരില്ല.
വൈഡ് ഓഡിയൻസ് റീച്ച്. അതെന്താണ്? നമുക്ക് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? വൈഡ് ഓഡിയൻസ് റീച്ച് ആണ് അവിടെ നടന്നത്. ലാസ്റ്റ് പറഞ്ഞത് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ്? ടെലിവിഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആണോ? വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അതും വരില്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? വൈഡ് ഓഡിയൻസ് റീച്ച്. അതാണ് ഈ ഒരു ഫോം ഓഫ് അഡ്വർടൈസ്മെന്റ് പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ഇമ്മീഡിയറ്റ് സെയിൽസ് ക്ലോഷർ ആണ്. ടെലിവിഷൻ അഡ്വർടൈസിംഗ് ഈസ് ഗ്രേറ്റ് ഫോർ ബിൽഡിംഗ് അവയർനെസ് ബട്ട് ഇറ്റ് റെയർലി ലീഡ് ടു ഇമ്മീഡിയറ്റ് ക്ലോഷർ. നമ്മളിവിടെ പറഞ്ഞു ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് ആണ് കൊടുത്തത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇമ്മീഡിയറ്റ് ക്ലോഷർ അവിടെ റെയർ ആയിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. കോമൺ കേസിലും എന്താണ്? അവയർനെസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ വരില്ല. സെക്കൻഡ് വൺ പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു ടെലിവിഷൻ എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നോൺ പേഴ്സണൽ ആണ് അല്ലേ? നോൺ പേഴ്സണൽ മീഡിയ ആണ്. സോ പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതെന്താവില്ല? നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ടെലിവിഷനിൽ ഒരു കാര്യം പോവുകയാണെങ്കിൽ എല്ലാവരും അത് വാച്ച് ചെയ്യൂലേ? അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണോ കൊടുക്കുന്നത്? അതെല്ലാവരും വാച്ച് ചെയ്യും. സോ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ അവിടെ എന്താണ്? ഇൻകറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ വൈഡ് ഓഡിയൻസ് റീച്ച് ആണ് പറഞ്ഞത്. അതായിരുന്നു നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. ഇറ്റ് ഈസ് ദി സൂപ്പർ പവർ ഓഫ് ട്രഡീഷണൽ ടി വി. ഇവിടെ നമ്മൾ പറഞ്ഞു ടി വിയിലൂടെയാണ് ഇത് എന്ത് ചെയ്തത്? അഡ്വർടൈസ്മെന്റ് നൽകിയത്. അതെന്താണ്? വൈഡ് ഓഡിയൻസ് റീച്ച് ആണ് എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു മില്യൺസ് ഓഫ് പീപ്പിൾസ് അത് കണ്ടു എന്നല്ലേ? സോ അതിന്റെ ആൻസർ ആയിട്ട് ഏത് വരും? വൈഡ് ഓഡിയൻസ് റീച്ച് ആണ് വരുന്നത്. ലാസ്റ്റ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. തെറ്റാണ്. അതും എന്താണ്? ടെലിവിഷൻ എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെയാണോ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അല്ലാതെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് ആ ഒരു ആൻസർ നമുക്ക് വരുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കമ്പാരിസൺ ടേബിൾ നോക്കാം. ടെലിവിഷൻ അഡ്വർടൈസിംഗും സോഷ്യൽ മീഡിയ ഓർ ഡിജിറ്റൽ മീഡിയ അഡ്വർടൈസിംഗും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് റീച്ച് എന്ന് പറയുന്നത് വെരി ഹൈ, അതായത് മാസീവ് റീച്ച് ആണ് വരുന്നത്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ഹൈ തന്നെയാണ്, പക്ഷെ എന്താണ്? ടാർഗറ്റഡ് കൺസ്യൂമർഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് ടെലിവിഷനിൽ ലോ ആണ്, എല്ലാവർക്കും ഒരേപോലെ കിട്ടും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഹൈ പേഴ്സണലൈസേഷൻ അവിടെ പോസിബിൾ ആണ്. കോസ്റ്റ് പെർ ഇംപ്രഷൻ എന്ന് പറയുന്നത് ടെലിവിഷൻ നോക്കുകയാണെങ്കിൽ മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഓഫൺ ലോ, അതായത് വോളിയം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അതെന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ് വരുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഡയറക്ഷൻ, ടെലിവിഷനിലെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വൺ വേ ആണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വഴിയാണെങ്കിൽ ടു വേ ഉണ്ട്, ലൈക്ക് കമന്റ് ബോക്സ് ഉണ്ട്. സോ അതെന്താണ്? ക്യൂ വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ആണ് അവിടെ വരുന്നതെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷാംപൂ ബ്രാൻഡ് ലോഞ്ച് എ ലാർജ് സ്കെയിൽ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് TV to create a strong customer demand, encouraging them to request a product in store. This is an example of which strategy? Option A, push strategy. Option B, trade marketing strategy. Option C, pull strategy. And last one, sales promotion strategy. ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ഷാംപൂ ബ്രാൻഡ് അല്ലേ, അവരെന്ത് ചെയ്തോ? ലോഞ്ച് എ ലാർജ് സ്കെയിൽ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് TV. ഒരു ലാർജ് സ്കെയിൽ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ആണ് നൽകിയത്. സോഷ്യൽ മീഡിയയിലും TVയിലും കൊടുത്തിട്ടുണ്ട്. ടു ക്രിയേറ്റ് എ സ്ട്രോങ് കസ്റ്റമർ ഡിമാൻഡ്. എന്താണ്? കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് ആ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ എന്താ ബെനിഫിറ്റും ഫീച്ചേഴ്സും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവർക്ക് തന്നെ തോന്നണം ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വാങ്ങണം എന്ന് കസ്റ്റമേഴ്സിന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്ത് നൽകിയത്? അഡ്വർടൈസിംഗ് നൽകിയത്. എൻകറേജിങ് ദം ടു റിക്വസ്റ്റ് ദ പ്രോഡക്റ്റ് ഇൻ സ്റ്റോർ. ഇവര് എന്ത് ചെയ്യണം? ഒരു കടയിൽ പോയാൽ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അത് എന്ത് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പുൾ സ്ട്രാറ്റജി ആണ്. അതായത് ഒരു കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് വേണം, അതായത് ഇന്ന പ്രോഡക്റ്റ് വേണമെന്ന് സ്റ്റോറിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതാണ്? പുൾ സ്ട്രാറ്റജിയാണ്. അതായത് കസ്റ്റമേഴ്സിനെ പുള്ളിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വേണം എന്ന് അവരെ വാശി പിടിക്കുന്ന രീതിയിൽ പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, പുൾ സ്ട്രാറ്റജി. നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്നും പുൾ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ പറഞ്ഞത് പുഷ് സ്ട്രാറ്റജി ആണ്. ദ പുഷ് സ്ട്രാറ്റജി ഫോക്കസിങ് ഓൺ പുഷിംഗ് ദ പ്രോഡക്റ്റ് ത്രൂ ദി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ടുവാർഡ് ദി കൺസ്യൂമേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ കൺസ്യൂമേഴ്സിലേക്ക് എന്ത് ചെയ്യാണ്? പ്രോഡക്റ്റിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ദ മാനുഫാക്ചർ ടാർഗറ്റ് ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ റാദർ ദാൻ ദി എൻഡ് യൂസർ. ഇവിടെ എന്താ മാനുഫാക്ചർ ചെയ്യുന്നത്? ഇവരുടെ പ്രോഡക്റ്റ്
ഹോൾസെയിലറുടെയും റീറ്റെയിലിന്റെ അടുത്തോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കസ്റ്റമേഴ്സ് വന്ന് അത് വേണമെന്ന് പറയുമ്പോഴല്ല ആ പ്രോഡക്റ്റ് വരുന്നത്. ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സിന്റെ അടുത്തും ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയും അതെന്ത് ചെയ്യാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഇവിടെ നമ്മുടെ ഹോൾസെയിലറോ റീറ്റെയിലറോ അല്ല ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിഞ്ഞു വന്നത്. ആരാണ്? കസ്റ്റമേഴ്സ് എന്താണ് അഡ്വർടൈസിങ് വഴി അറിഞ്ഞു വന്നിട്ട് ഈ സാധനം ചോദിക്കുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. പുഷ് സ്ട്രാറ്റജിയിൽ എന്താണ്? ഇവിടെ നമ്മുടെ മാനുഫാക്ചറർ എയിം ചെയ്യുന്നത് ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയാണ്. അവരിലേക്ക് ഈ പ്രോഡക്റ്റിന്റെ ഐഡിയ എത്തിക്കുകയും ഈ പ്രോഡക്റ്റ് എത്തിക്കുകയും അതുവഴി എൻഡ് യൂസറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് ഏതെന്ന് പറയുന്നത്? പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഇവിടുത്തെ കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ടു സ്റ്റോർ മാനേജേഴ്സ് ആൻഡ് ഓഫറിംഗ് ഹൈ പ്രോഫിറ്റ് മാർജിൻ ടു റീറ്റെയിലേഴ്സ് ടു ഗെറ്റ് ദം സ്റ്റോർ ഇൻ ദ സ്റ്റോക്ക് പ്രോഡക്റ്റ് ഓൺ ഐ ലെവൽ സെൽസ്. എന്താണ് ഇവിടെ നമ്മൾ നൽകുന്നത്? ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആർക്കാ കൊടുക്കുന്നത്? ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഇവിടെ കൺസ്യൂമേഴ്സിനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. എൻഡ് യൂസേഴ്സിനല്ല ഇവർ എന്ത് ചെയ്യുന്നത്? എയിം ചെയ്യുന്നത് ഹോൾസെയിലറും റീറ്റെയിലും ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങി വെക്കണം അല്ലേ? അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ട് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു, സ്റ്റോർ മാനേജറിന് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നു, അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റ് മാർജിൻ ഓഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് പെട്ടെന്ന് കാണുന്ന ഷെൽഫിൽ ഇല്ലേ, നമ്മൾ എപ്പോഴും ഒരു സൂപ്പർ മാർക്കറ്റിലോ എവിടെയായാലും പോയാൽ നമ്മൾ ആദ്യം കാണുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഐറ്റംസിലോട്ടായിരിക്കും നമ്മുടെ കണ്ണു പോകുന്നത് അല്ലേ? അപ്പൊ അവിടെ ഈ സാധനങ്ങൾ പ്ലേസ് ചെയ്യാൻ എന്താണോ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുഷ് സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ആൻസർ ആയിട്ട് വരാഞ്ഞത്? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ടാർഗറ്റ് കൺസ്യൂമേഴ്സ് വയ സോഷ്യൽ മീഡിയ ആൻഡ് TV എന്നാണ്, അല്ലാതെ റീറ്റെയിലേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല അല്ലെ? കൺസ്യൂമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് എന്തല്ല? പുഷ് സ്ട്രാറ്റജി അല്ല. പുഷിനകത്ത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ആണ്. ദെൻ രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞത് ട്രേഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ്. എന്താണ് ട്രേഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ട്രേഡ് മാർക്കറ്റിംഗ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പുഷ് സ്ട്രാറ്റജി. എന്താണ്? പുഷ് സ്ട്രാറ്റജിയുടെ ഒരു സ്പെസിഫിക് ടൈപ്പ് ആണ് ഏതെന്ന് പറഞ്ഞത്? ട്രേഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഇൻവോൾവ്സ് മാർക്കറ്റിംഗ് എ പ്രോഡക്റ്റ് ടു എ ബിസിനസ് ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ് ടു കൺവിൻസ് ദം ടു ക്യാരി യുവർ ബ്രാൻഡ് ഓവർ എ കോമ്പറ്റീറ്റേഴ്സ്. എന്താണ്? ഒരു കോമ്പറ്റീറ്റേഴ്സിന്റെ, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനൊരു കോമ്പറ്റീറ്റർ ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ? അപ്പൊ അവരെക്കാൾ ഉയർന്ന പടിയിൽ നമ്മുടെ പ്രോഡക്റ്റ് എത്താൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ബിസിനസിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഏതെന്ന് പറഞ്ഞത്? ട്രേഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഇവിടുത്തെ കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെർക്കൻഡൈസിങ്, അതുപോലെ തന്നെ സ്ലോട്ടിംഗ് ഫീ, പേയിങ് ഫോർ സെൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെൽഫ് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടിംഗ് ഫ്രീ, അതുപോലെ തന്നെ ട്രേഡ് ഷോസ്, ഇതൊക്കെ എന്താണ്? ഈ ട്രേഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ആ ഒരു കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇത് ഇൻകറക്റ്റ് ആയത്? ഇവിടെ എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റിംഗ് ആണ് വരുന്നത്, അല്ലാതെ ബിസിനസ് ടു കൺസ്യൂമർ അല്ല വന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിസിനസ് ടു കൺസ്യൂമർ ആണെന്ന് വന്നത്, പക്ഷെ ഇതെന്താണ്? ബിസിനസ് ടു ബിസിനസ് ആണ്. അതായത് മാനുഫാക്ചററും റീറ്റെയിലറും തമ്മിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്? ആ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നത്. സോ അത് നമുക്ക് ആൻസർ ആയിട്ട് വരില്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, പുൾ സ്ട്രാറ്റജി. എന്താണ് പുൾ സ്ട്രാറ്റജി? ദിസ് സ്ട്രാറ്റജി സ്പെൻഡ് ഹെവിലി ഓൺ അഡ്വർടൈസിംഗ് ആൻഡ് കൺസ്യൂമർ പ്രൊമോഷൻ ടു ബിൽഡ് ബ്രാൻഡ് പ്രിഫറൻസ്. എന്താണ്? ബ്രാൻഡ് പ്രിഫറൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ്ങിനും അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊമോഷനും ഹെവി എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വെൻ കൺസ്യൂമേഴ്സ് സീ ദ ആഡ്, നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ കൺസ്യൂമേഴ്സ് അത് കാണുന്നു, എന്നിട്ട് അവർക്ക് എന്ത് മനസ്സിലാവുന്നു? ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത് എവിടെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നു. ദെൻ ഇവർ എന്ത് ചെയ്യുന്നു? അവർ ഒരു കടയിൽ പോകുമ്പോൾ ഈ ഷാമ്പു, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഷാമ്പു ആയിരുന്നു, ഈ ഷാമ്പു ആണ് എനിക്ക് വേണ്ടത് എന്ന് റീറ്റെയിലറിനെ അറിയിക്കുകയും റീറ്റെയിലർ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നോട്ടീസ് ചെയ്യുകയും അത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വരുത്തി ആ ഒരു സെയിൽസ് അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തതും. എന്താണ്? എൻകറേജിങ് ദം ടു റിക്വസ്റ്റ് ദ പ്രോഡക്റ്റ് ഇൻ സ്റ്റോർ. സ്റ്റോറിൽ വന്ന് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യാണ് ഈ പ്രോഡക്റ്റ് ആണ് വേണ്ടത് എന്ന്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? പുൾ സ്ട്രാറ്റജിക്ക് എക്സാമ്പിൾ ആണ്. സോ ആൻസർ വരുന്നത് പുൾ സ്ട്രാറ്റജി ആണ്. ലാസ്റ്റ് വൺ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ആണ്. സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഓൾറെഡി പറഞ്ഞതാണ്. എന്താ? ഷോർട്ട് ടേം ഇൻസെന്റീവ്, കൂപ്പണോ അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വണ്ണോ ഫ്രീ ഗിഫ്റ്റോ ഇതുപോലെയുള്ള ഷോർട്ട് ടേം ഇൻസെന്റീവ് നൽകിക്കൊണ്ട് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതും അല്ല നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. വെൻ എ പുൾ സ്ട്രാറ്റജി മൈറ്റ് യൂസ് എ സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ഈസ് എ ടൂൾ വെയറസ് പുൾ ഈസ് ദി ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഡിസ്ക്രൈബ്ഡ് ബൈ ദി ഫ്ലോ ഓഫ് ഡിമാൻഡ്. നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത് ഒരു ടൂളാണ്, സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ
തന്നെയാണ്. എന്നാൽ പുൾ സ്ട്രാറ്റജിയിൽ നമ്മൾ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആയിരുന്നു. ഇനി നമുക്ക് പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. പുഷ് സ്ട്രാറ്റജിയുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് ആണ്. എന്നാൽ പുൾ സ്ട്രാറ്റജിയിൽ എൻഡ് കൺസ്യൂമേഴ്സ് ആണ് പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി മെയിൻ ഗോൾ നോക്കുകയാണെങ്കിൽ പുഷ് സ്ട്രാറ്റജിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഗെറ്റ് ദ പ്രോഡക്റ്റ് ഇൻ ദ സ്റ്റോർ, അല്ലേ, സ്റ്റോറിൽ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ പുൾ സ്ട്രാറ്റജിയിൽ ഗെറ്റ് ദ കൺസ്യൂമർ ഇൻ ദ സ്റ്റോർ, എന്താണ്, സ്റ്റോറിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ എത്തിക്കുക, കൺസ്യൂമേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞത്. ഇനി പുഷ് സ്ട്രാറ്റജിയുടെ മെത്തേഡ്സ് ആണ് ട്രേഡ് ഡീല്, പേഴ്സണൽ സെല്ലിംഗ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ പുൾ സ്ട്രാറ്റജിയിലോട്ട് വരുമ്പോൾ അതെന്താണ്, മാസ് മീഡിയ ആഡ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആഡ്സ് ഒക്കെയാണ് പുൾ സ്ട്രാറ്റജിയുടെ മെത്തേഡ്സ് എന്ന് പറഞ്ഞത്. ഇനി ഡിമാൻഡ് ഫ്ലോ നോക്കുകയാണെങ്കിൽ പുഷിനകത്ത് എങ്ങനെയാണ്, ആദ്യം മാനുഫാക്ചറർ, പിന്നെ റീറ്റെയിലർ, പിന്നെ കൺസ്യൂമർ, ഇങ്ങനെയാണ് ആ ഒരു ഡിമാൻഡിന്റെ ഫ്ലോ പോകുന്നത്. എന്നാൽ പുള്ളിൽ ആദ്യം തന്നെ ആരാ വരുന്നത്, കസ്റ്റമേഴ്സ് ആണ് ഇങ്ങനെ ഒരു സാധനം ആവശ്യപ്പെടുന്നത്, ദെൻ റീറ്റെയിലർ, അത് കഴിഞ്ഞ് മാനുഫാക്ചർ, അല്ലെ, ആ ഒരു ഫ്ലോ അങ്ങനെയാണ്, മാനുഫാക്ചറർ, റീറ്റെയിലർ, കൺസ്യൂമർ. എന്നാൽ ഇവിടെ വരുമ്പോൾ പുള്ളിൽ വരുമ്പോൾ കൺസ്യൂമർ, റീറ്റെയിലർ, മാനുഫാക്ചറർ, ഇങ്ങനെയാണ് ഫ്ലോ പോകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വന്നത് ഏതായിരുന്നു, എൻഡ് കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ വന്നിട്ട് ആവശ്യപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ പുൾ സ്ട്രാറ്റജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീര സെലക്ട് എ ഷോപ്പ് ബിക്കോസ് ഷീ നോ ദാറ്റ് ഇറ്റ് ഓഫർ എ വൈഡ് സെലക്ഷൻ ഓർ എ ലേറ്റസ്റ്റ് മോഡൽ ഓർ ഗുഡ് ആഫ്റ്റർ സെയിൽ സർവീസ് ദെൻ ഷീ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, എന്താണ്, മീര ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് സെലക്ട് ചെയ്തു. കാരണം ആ ഷോപ്പ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവൾക്കറിയാം ഇവിടെ എന്തുണ്ട്, ഒരുപാട് സെലക്ഷൻ ഉണ്ട്, ലേറ്റസ്റ്റ് മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് ഇവരുടെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവൾ ഈ ഒരു ഷോപ്പ് സെലക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവൾ ഇൻഫ്ലുവൻസ്ഡ് ആയത് എന്തിലാണ് എന്നാണ് ചോദിച്ചത്. ഇമോഷണൽ പ്രോഡക്റ്റ് മോട്ടീവ്, ഇമോഷണൽ പാട്രണേജ് മോട്ടീവ്, റാഷണൽ പ്രോഡക്റ്റ് മോട്ടീവ്, റാഷണൽ പാട്രണേജ് മോട്ടീവ്, ഏതിലായിരിക്കും? ഇത് നാലും നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടീവുകളാണ്, ഏതാണെന്ന് അറിയണം. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റാഷണൽ പാട്രണേജ് മോട്ടീവ് ആണ്. ഇനി ഓരോന്നും എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വന്നത് എന്ന് കിട്ടും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മോട്ടീവുകളെ പറ്റിയിട്ടാണ്. പ്രോഡക്റ്റ് മോട്ടീവ് എന്താണ്, അതുപോലെ തന്നെ പാട്രണേജ് മോട്ടീവ് എന്താണ്, ഇത് രണ്ടും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് പോകാം. എന്താണ് പ്രോഡക്റ്റ് മോട്ടീവ്? പ്രോഡക്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ദ റീസൺ വൈ കൺസ്യൂമർ ബൈ എ സ്പെസിഫിക് പ്രോഡക്റ്റ്, എന്താണ്, എന്തുകൊണ്ടാണ് കൺസ്യൂമേഴ്സ് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നത്, അതിന്റെ റീസണെയാണ് നമ്മൾ പ്രോഡക്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണ് നമ്മൾ കസ്റ്റമേഴ്സ് വേണം എന്ന് പറയുന്നത് എങ്കിൽ അത് എന്ത് മോട്ടീവ് ആണ്, പ്രോഡക്റ്റ് മോട്ടീവ് ആണ്. അതായത് എനിക്ക് ഇന്ന ബ്രാൻഡിലെ സാധനമാണ് വേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന ബ്രാൻഡ് തന്നെ വേണം, അവിടെ എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് ആണ് എയിം ചെയ്യുന്നത്. എക്സാമ്പിൾ, ഐ വാണ്ട് ദിസ് ബ്രാൻഡ് ഓഫ് ഫോൺ ബിക്കോസ് ഇറ്റ്സ് എ ക്യാമറ നല്ല ആയതുകൊണ്ട് എനിക്ക് ഇന്ന ബ്രാൻഡ് പ്രോഡക്റ്റ് തന്നെ വേണം. അപ്പോൾ പ്രോഡക്റ്റിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് വരുന്നത് എങ്കിൽ ആ റീസണെ നമുക്ക് പ്രോഡക്റ്റ് മോട്ടീവ് എന്ന് പറയാം. ഇനി പാട്രണേജ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ദ റീസൺ വൈ എ കൺസ്യൂമർ ചൂസ് എ സ്പെസിഫിക് ഷോപ്പ് ഓർ റീറ്റെയിലർ, എന്താണ്, ഒരു സ്പെസിഫിക് ഷോപ്പോ അല്ലെങ്കിൽ റീറ്റെയിലറിനെയോ ആണ് നമ്മുടെ കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള റീസണെയാണ് നമ്മൾ പാട്രണേജ് മോട്ടീവ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ആ കുട്ടി സെലക്ട് ചെയ്തത് ഒരു ഷോപ്പാണ് എന്ന് പറഞ്ഞു, അല്ലേ, ആ ഷോപ്പിൽ തന്നെ പോകാമെന്നാണ് സെലക്ട് ചെയ്തത്. സോ ഇറ്റ് ഈസ് എ പാട്രണേജ് മോട്ടീവ്. അപ്പൊ നമുക്ക് കുറച്ച് ആൻസർ കിട്ടിയില്ലേ, അത് പാട്രണേജ് മോട്ടീവ് ആണെന്ന് മനസ്സിലായി. അവിടെ പ്രോഡക്റ്റ് അല്ല ആ കുട്ടി പറഞ്ഞത്, നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാകും, പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടാകും, ആഫ്റ്റർ സെയിൽ സർവീസ് ഇവരുടെ നല്ലതാണ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ഷോപ്പിലേക്കാണ് ആ കുട്ടി പോയത്. സോ എന്താണ്, ഇവിടെ പാട്രണേജ് മോട്ടീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തതാണ് റാഷണൽ മോട്ടീവും ഇമോഷണൽ മോട്ടീവും. അവിടെ നമ്മൾ 4 ഓപ്ഷനിൽ കണ്ട കാര്യങ്ങളാണ്. പാട്രണേജും പറഞ്ഞു, അതുപോലെ തന്നെ പ്രോഡക്റ്റ് മോട്ടീവും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റാഷണൽ മോട്ടീവും ഇമോഷണൽ മോട്ടീവും ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇമോഷണൽ ആണോ റാഷണൽ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇമോഷണൽ മോട്ടീവ് എന്ന് പറയുന്നത് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഫീലിങ്സ്, ഈഗോ, പ്രസ്റ്റീജ് ഓർ ഇമ്പൾസ്. ഇവിടെ എന്താണ്, നമ്മുടെ ഫീലിങ്സ്, ഈഗോ, പ്രസ്റ്റീജ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ വരുന്നത് എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഇമോഷണൽ മോട്ടീവ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഷോപ്പ് ഹിയർ ബിക്കോസ് ഇറ്റ് മേക്ക് ഫീൽ ഹൈ സ്റ്റാറ്റസ്, അതായത് എനിക്ക് ഈ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം കാരണം അതെന്റെ സ്റ്റാറ്റസ്, അവിടെ
പോയി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസിന് നല്ലതാണ്. അതെന്താണ്, നമ്മുടെ ഒരു ഈഗോ ആണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസ്റ്റീജ് ആണ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഈഗോ, ഫീലിങ്സ്, പ്രസ്റ്റീജ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് എങ്കിൽ അതെന്താണ്, ഇമോഷണൽ മോട്ടീവാണ്. എന്നാൽ റാഷണൽ മോട്ടീവ് എന്താണ്, ഡിസിഷൻ ബേസ്ഡ് ഓൺ ലോജിക്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫാക്ട് ആൻഡ് ടാഞ്ചിബിൾ ബെനിഫിറ്റ് ലൈക്ക് പ്രൈസ്, ക്വാളിറ്റി, സർവീസ്. റാഷണൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലോജിക്കാണ്, ഫീലിങ്സിനല്ല അവിടെ പ്രാധാന്യം നൽകുന്നത്, കുറച്ചുകൂടി ലോജിക്കാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫാക്ട് ആണ്, ടാഞ്ചിബിൾ ബെനിഫിറ്റ് ആണ് എന്ന് പറയാം. അതായത് അവിടുത്തെ പ്രൈസ് റീസണബിൾ ആണ്, ക്വാളിറ്റി നല്ലതാണ്, സർവീസ് നല്ലതാണ്. ഇങ്ങനെയുള്ള ലോജിക്കലി ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് എങ്കിൽ അത് റാഷണൽ മോട്ടീവാണ് അല്ലേ. അപ്പൊ ആ കുട്ടി അവിടെ എന്താ ചെയ്തത്, അദ്ദേഹത്തിന്റെ ഈഗോയോ അല്ലെങ്കിൽ പ്രസ്റ്റീജോ വെച്ചിട്ടാണോ ആ കടയിൽ പോയത്? അല്ല, അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, അവിടുത്തെ ആഫ്റ്റർ സെയിൽ സർവീസ് നല്ലതാണ്. ഇങ്ങനെയുള്ള റാഷണൽ മോട്ടീവ് വെച്ചിട്ടാണ് പോയത് അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇവിടെ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം, റാഷണൽ സെലക്ട് ചെയ്യാം. അപ്പൊ റാഷണൽ പാട്രണേജ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. രണ്ടും നമുക്ക് മനസ്സിലായി. പാർട്ട്നേജ് എന്ന് പറഞ്ഞത് ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു റീറ്റെയിലറിനെ സെലക്ട് ചെയ്യുന്ന റീസണും, അതുപോലെ തന്നെ റാഷണൽ മോട്ടീവ് എന്ന് പറഞ്ഞത് ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ ബേസ്ഡ് ഓൺ ലോജിക് ആണ് എങ്കിൽ അത് റാഷണൽ മോട്ടീവും ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് എന്തുകൊണ്ടാണ് പാർട്ട്നേജ് റാഷണൽ മോട്ടീവ് വന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞത് ഇമോഷണൽ പ്രോഡക്റ്റ് മോട്ടീവ് ആണ്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എയിൽ പറഞ്ഞത് ഇമോഷണൽ പ്രോഡക്റ്റ് മോട്ടീവ് ആണ്. ഇത് അല്ല കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ആൻസർ എങ്ങനെ വരാമായിരുന്നു, മീര ഒരു സാധനം ബോട്ട് ചെയ്തത് അല്ലെങ്കിൽ വാങ്ങിയത് പ്രൗഡ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ലൗഡ് വെച്ചിട്ട് അല്ലെങ്കിൽ സോഷ്യലി അക്സെപ്റ്റഡിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അതെന്താവും, ഇമോഷണൽ പ്രോഡക്റ്റ് മോട്ടീവ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റ് ആണ്, ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് വാങ്ങുന്നത് എങ്കിൽ അതെന്താണ്, ഇമോഷണൽ പ്രോഡക്റ്റ് മോട്ടീവ് ആണ്. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കും വരുന്നത്, ബൈയിങ് എ ലക്ഷറി വാച്ച് ടു ഫീൽ സക്സസ്ഫുൾ. ഇത് ഏത് മോട്ടീവ് ആണ് എന്ന് ചോദിച്ചാൽ എന്താണ്, ലക്ഷറി വാച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു. സക്സസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അതെന്താണ്, ഒരു ഇമോഷൻ ആണ് അല്ലേ. അപ്പൊ അത് ഇമോഷണൽ പ്രോഡക്റ്റ് മോട്ടീവ് ആണ്. ദെൻ ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് ഇമോഷണൽ പാർട്ട്നേജ് മോട്ടീവ് ആണ് അല്ലേ. ഇമോഷണൽ പാർട്ട്നേജ് എന്ന് പറയുമ്പോൾ പാർട്ട്നേജ് നമ്മൾ പറഞ്ഞു ഒരു ഷോപ്പാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഷോപ്പാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്, ഇമോഷണൽ പാർട്ട്നേജ് ആണ്. എക്സാമ്പിള്, ഷോപ്പിംഗ് അറ്റ് എ സ്പെസിഫിക് ബൊട്ടീക് ബിക്കോസ് ഷീ ലൈക്ക് ദ വൈബ് ഓർ ബിക്കോസ് ഹി ഫേവറേറ്റ് സെലിബ്രിറ്റി ഷോപ്പ് ദെയർ. എന്താണ്, ഇവിടെ ഒരു ഷോപ്പാണ് അവർ സെലക്ട് ചെയ്തത്, ഷോപ്പിംഗ് അറ്റ് എ സ്പെസിഫിക് ബൊട്ടീക്ക് എന്നാണ് പറഞ്ഞത് അല്ലെ. ഒരു ബൊട്ടീക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പ് സെലക്ട് ചെയ്തോ എന്തിന്റെ പേരിലാണ്, അവിടെ ഭയങ്കര വൈബാണ് അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് സെലിബ്രിറ്റി ആ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇമോഷനെ വെച്ചുകൊണ്ടാണ് അവർ ആ ഒരു ഷോപ്പ് സെലക്ട് ചെയ്തത് എങ്കിൽ അത് എന്ത് മോട്ടീവാണ്, ഇമോഷണൽ പാർട്ട്നേജ് മോട്ടീവ് ആണ്. ഇനി ഓപ്ഷൻ സിയിൽ പറഞ്ഞത് റാഷണൽ പ്രോഡക്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, പ്രോഡക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ബൈയിങ് എ സ്പെസിഫിക് കാർ, അതായത് ഒരു കാറിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് അതൊരു പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ഹാസ് എ ബെസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻസി, ഫ്യൂവൽ എഫിഷ്യൻസി ആണ് വരുന്നത്. അതെന്താണ്, റാഷണൽ ആണ്. അതായത് ലോജിക്കലി ചിന്തിച്ചതുകൊണ്ടാണ് ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു കാറ് വാങ്ങിക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയത്. അതെന്ത് മോട്ടീവാണ്, റാഷണൽ പ്രോഡക്റ്റ് മോട്ടീവാണ്. ഇനി വരുന്നത് റാഷണൽ പാർട്ട്നേജ് മോട്ടീവ് അല്ലേ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരുന്നു, റാഷണൽ പാർട്ട്നേജ് ആണ്. കാരണം മീര ഒരു ഷോപ്പാണ് സെലക്ട് ചെയ്തത്. ആ ഷോപ്പ് സെലക്ട് ചെയ്യാനുള്ള കാരണം അവിടെ വൈഡ് വെറൈറ്റി ഉണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് നല്ലതാണ്, കാരണം ലോജിക്കൽ റീസൺസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് പറയാം, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, റാഷണൽ പാർട്ട്നേജ് മോട്ടീവ് ആണ് വരുന്നത്. ഇനി നമുക്കൊരു കമ്പാരിസൺ ടേബിൾ നോക്കാം. പ്രോഡക്റ്റ് മോട്ടീവും പാർട്ട്നേജ് മോട്ടീവും ആണ് വരുന്നത്. പ്രോഡക്റ്റ് മോട്ടീവിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വാട്ട്, എന്താണ് വാങ്ങിക്കുന്നത്, അതായത് പ്രോഡക്റ്റിനെയാണ്, നമുക്ക് എന്ത് ഐറ്റം ആണ് വേണ്ടത് എന്നുള്ളതാണ് ഫോക്കസ് വരുന്നത്. പാർട്ട്നേജിൽ എവിടെ നിന്നാണ്, അതായത് ഷോപ്പാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി റാഷണൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റ് മോട്ടീവില് ക്വാളിറ്റി, പ്രൈസ്, എഫിഷ്യൻസി ആണ് വരുന്നത്. പാർട്ട്നേജ് മോട്ടീവില് സെലക്ഷൻ, അതുപോലെ തന്നെ സർവീസ്, ലൊക്കേഷൻ, ഇതൊക്കെയാണ് പാർട്ട്നേജ് മോട്ടീവിൽ വരുന്നത്. ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിംഗ് പറയുന്നത് പ്രൈസ്, ഫിയർ, ലവ്, ഇതൊക്കെ ഇമോഷണൽ ഫീലിങ്സ് ആണ്. പാർട്ട്നേജിൽ വരുമ്പോൾ സ്റ്റാറ്റസ്, ഏത്തിസ്റ്റിക്, ട്രഡീഷൻ, ഇതൊക്കെ എന്താണ്, ഫീലിങ്സ് ആണ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡ് SUV ഹാസ് ബീൻ ഓൺ ദി മാർക്കറ്റ് ഫോർ സെവറൽ ഇയേഴ്സ്. The vehicle benefits such as fuel efficiency and eco-friendliness are now widely known and it has become a common choice among car buyer. Mr. Sharma,
who had long resisted hybrid car due to skepticism about new technology, finally decided to purchase the Hyryder after seeing most of his friends and neighbors using it. Mr. Sharma adoption behavior best represent which type of consumer? എന്താണ് ഏതോ ഒരു ടൈപ്പ് ഓഫ് കൺസ്യൂമർ ഏതാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ആ ഒരു സീനറി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വർഷമായിട്ട് ഉള്ള ഒരു കാറാണ് ടൊയോട്ട ഹൈറൈഡർ SUV, ഹൈബ്രിഡ് SUV എന്ന് പറയുന്നത്. ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ബെനിഫിറ്റ് ഉണ്ട്, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി ആണ്, അതുപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലെസ് ആണ്. അങ്ങനെ കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കോമൺ ചോയ്സ് ആയിട്ട് ഈ ഒരു കാർ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്താണ് സ്കെപ്റ്റിസിസം, അതായത് പുതിയ ടെക്നോളജിയോടുള്ള എതിർപ്പ് മൂലം ഈ ഒരു കാർ വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ ഫൈനലി അയാൾ എന്ത് ചെയ്തു? ഈ കാർ വാങ്ങി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഫ്രണ്ടും നൈബേഴ്സും ഒക്കെ ഈ കാറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം ടെക്നോളജിയൊക്കെ എതിർത്തിരുന്നെങ്കിലും അവസാനം എന്ത് ചെയ്തു? ഈ ഒരു കാർ വാങ്ങി. അങ്ങനെയാണ് എങ്കിൽ ഈ കാർ വാങ്ങിയ ശർമ്മ എന്ന് പറയുന്ന ആള് ഏത് ടൈപ്പ് ഓഫ് കൺസ്യൂമർ ആണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ലേറ്റ് മെജോറിറ്റി, ഓപ്ഷൻ ബി ലഗാർഡ്, ഓപ്ഷൻ സി ഏർലി മെജോറിറ്റി, ഓപ്ഷൻ ഡി ലേറ്റ് ലെജൻഡ്. അപ്പോൾ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആൻസർ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ലേറ്റ് മെജോറിറ്റി ആണ്. ഓപ്ഷൻ എ ലേറ്റ് മെജോറിറ്റി ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ലേറ്റ് മെജോറിറ്റി, ലഗാർഡ്, ഏർലി മെജോറിറ്റി, ലേറ്റ് ലെജൻഡ് എന്ന് നമുക്ക് അറിയണം. ലേറ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് സ്കെപ്റ്റിസിസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്? പുതിയ ടെക്നോളജി വരുന്നതിൽ എതിർപ്പുള്ള ആളായിരുന്നു ശർമ്മ എന്ന് പറഞ്ഞത്. ദിസ് ഗ്രൂപ്പ് റെപ്രസെന്റ് about 34% of population. They wait until an innovation is well established and bugs are worked out. എന്താണ്? ഇവർ ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ ആദ്യം അത് വാങ്ങിച്ച് ഉപയോഗിക്കത്തില്ല. അവർ വിചാരിക്കും ഇത് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആവട്ടെ, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് വരട്ടെ, ബഗുകളൊക്കെ ഫിക്സ് ആകട്ടെ, എന്നിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്നവരാണ് ആര്? ലേറ്റ് മെജോറിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കീ ട്രേറ്റ് എന്ന് പറയുന്നത് ഇവരാരാണ്? സ്കെപ്റ്റിക്കൽ അബൌട്ട് ന്യൂ ടെക്നോളജി ആണ്. അതുപോലെ തന്നെ ഒൺലി അഡോപ്റ്റ് ഡ്യൂ ടു സോഷ്യൽ പ്രഷർ ആൻഡ് ഇക്കണോമിക് നെസസിറ്റി. എന്താണ്? ഒരു കാര്യം അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ പ്രഷറോ ഇക്കണോമിക് നെസസിറ്റിയോ ആവശ്യമാണ്. ഇവിടെ ശർമ്മയും എന്തായിരുന്നു? ന്യൂ ടെക്നോളജിയിൽ സ്കെപ്റ്റിക്കൽ ആയിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? അയാൾ അത് വാങ്ങിച്ചത്, അയാളുടെ കൂട്ടുകാരും നൈബേഴ്സും ഒക്കെ അത് വാങ്ങിച്ചത് കൊണ്ടുള്ള ഒരു സോഷ്യൽ പ്രഷർ കാരണമാണ് ആരത് വാങ്ങിച്ചത്? നമ്മുടെ ശർമ്മ അത് വാങ്ങിച്ചത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലേറ്റ് മെജോറിറ്റി ആണ്. ഇനി എന്താണ് ലഗാർഡ് എന്ന് നോക്കാം. ലഗാർഡ് എന്ന് പറയുന്നത് ട്രഡീഷണലിസ്റ്റ് ആണ്. ലഗാർഡ് ആർ വെരി ലാസ്റ്റ് ടു അഡോപ്റ്റ് ആൻ ഇന്നോവേഷൻ, മേക്കിംഗ് അപ്പ് അബൌട്ട് 60% ഓഫ് ദി പോപ്പുലേഷൻ. എന്താണ്? ഒരു ഇന്നോവേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നവരാണ് ആരെന്ന് പറഞ്ഞത്? ലഗാർഡ്. അതായത് ട്രഡീഷൻ ഫോളോ ചെയ്യുന്നവരാണ്. ഇന്നോവേഷൻസിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 60% അങ്ങനെ തന്നെയാണ്. ഇതിന്റെ കീ ട്രേറ്റ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഹൈലി റെസിസ്റ്റഡ് ചേഞ്ച് ആൻഡ് ഓഫൺ only to adopt technology when the previous version is no longer available. എന്താണ്? ഇവര് പുതിയ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. പഴയ വേർഷൻ അവൈലബിൾ അല്ല എങ്കിൽ മാത്രം എന്താണ് പുതിയതിലേക്ക് വരും. പഴയതുണ്ട് എങ്കിൽ എപ്പോഴും ആ പഴയ കാര്യങ്ങൾ തന്നെ, അതായത് ട്രഡീഷണലിസ്റ്റ് അല്ലേ, പഴയ കാര്യങ്ങൾ തന്നെ തുടർന്നു കൊണ്ടുപോകും. അത് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് എന്തിലോട്ട് മാറുന്നത്? ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയ ചേഞ്ചിലേക്ക് ഇവർ മാറുന്നത്. അതിനെയാണ് നമ്മൾ ലഗാർഡ് എന്ന് പറഞ്ഞത്. ഇവിടെ ശർമ്മ അങ്ങനെ അല്ലായിരുന്നു. ശർമ്മ എന്താണ്? അയാളുടെ കാറ് ഔട്ട് ആയതുകൊണ്ടല്ല, ബാക്കിയുള്ള ആൾക്കാരെല്ലാം വാങ്ങിച്ചതുകൊണ്ടുള്ള ഒരു സോഷ്യൽ പ്രഷറിലാണ് ആര് വാങ്ങിച്ചത്? ശർമ്മ ആ ഒരു കാറ് വാങ്ങിച്ചത്. ഇനി ഓപ്ഷൻ സി പറയാം. ഏർലി മെജോറിറ്റി ആണ്, പ്രാഗ്മാറ്റിക്സ് ആണ് ഇവരെന്ന് പറയുന്നത്. നമ്മുടെ പോപ്പുലേഷന്റെ 34% ഈ ഗ്രൂപ്പാണ് വരുന്നത്. ദേ അഡോപ്റ്റ് ന്യൂ ഐഡിയാസ് ജസ്റ്റ് ബിഫോർ ദി ആവറേജ് പേഴ്സൺ. ഒരു ആവറേജ് പേഴ്സൺ അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ ആര് ഇത് അഡോപ്റ്റ് ചെയ്യും? നമ്മുടെ ഏർലി മെജോറിറ്റിക്കാര് എന്താണ്? ഇന്നോവേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നവരാണ്. ദേ ആർ നോട്ട് ലീഡേഴ്സ് ബട്ട് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ചേഞ്ച്. എന്താണ്? ഇവർ ലീഡേഴ്സ് ഒന്നും അല്ല, പക്ഷെ ചേഞ്ച് വന്നാൽ അവരെന്താണ്? ഓക്കെ പേഴ്സൺസ് ആണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ദേ നീഡ് ടു സീ എവിഡൻസ് ദാറ്റ് ദ ഇന്നോവേഷൻ വർക്ക് ബിഫോർ ദേ കമ്മിറ്റ്. പക്ഷെ അവർക്ക് എന്ത് വേണം? ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് എടുത്തു ചാടുന്നവരല്ല. അവർക്ക് എന്ത് വേണം? ഇത് വർക്കാവും, സക്സസ് ആവും എന്നുള്ളൊരു പ്രൂഫ് വേണം. എങ്കിൽ മാത്രമേ അവർ ആ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് വരത്തുള്ളൂ. അത്തരത്തിലുള്ളവരാണ് ആരെന്ന് പറഞ്ഞത്? ഏർലി മെജോറിറ്റി എന്ന് പറഞ്ഞത്. ഇനി എന്താണ് ലേറ്റ് ലെജൻഡ് എന്ന് നോക്കാം. ദിസ് ഈസ് ഡിസ്ട്രാക്റ്റഡ് ടേം. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ മാർക്കറ്റിംഗ് ഓർ സോഷ്യോളജിക്കൽ തിയറി. നമ്മൾ പഠിച്ച തിയറിക്കകത്തൊന്നും
ഇല്ലാത്തൊരു ടേം ആണ് ലേറ്റ് ലെജൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു കൺസ്യൂമർ നമുക്കില്ല. ഈ 3 കൺസ്യൂമേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോത്തിൻ്റെയും നോക്കാം. കൺസ്യൂമേഴ്സിന്റെ കാറ്റഗറിയാണ് പറയുന്നത്. ഇന്നോവേറ്റേഴ്സ്, ഏർലി അഡോപ്റ്റേഴ്സ്, ഏർലി മെജോറിറ്റി, ലേറ്റ് മെജോറിറ്റി, ലെഗാർഡ്. അപ്പോൾ പ്രൈമറി മോട്ടിവേഷനും ആറ്റിറ്റ്യൂഡ് ടുവാർഡ് റിസ്കും ആണ് പറയുന്നത്. ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് നോവൽറ്റി ആൻഡ് ടെക് ആണ്. അതായത് അവർ ഹൈലി ഇന്നോവേറ്റീവ് ആണ്. അവർ റിസ്ക് എടുക്കുന്നതിനകത്ത് എന്തൂസിയാസ്റ്റിക് ആണ് അല്ലേ, അവർ റിസ്ക് ടേക്കേഴ്സ് ആണ്. ഇനി ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. വിഷണറീസ്, ഓപ്പൺ ലീഡേഴ്സ്, ഇവരൊക്കെ ഒപ്പീനിയൻ ലീഡേഴ്സ് അല്ലെങ്കിൽ വിഷണറീസ് ആണ് എന്ന് പറയാം. ഇനി ഏർലി മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യും. അവരെ അഡോപ്റ്റ് ചെയ്യില്ല എന്നല്ല, അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ അവർ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യുന്ന പ്രാക്ടിക്കാലിറ്റി ഉള്ള ആൾക്കാരാണ് ഏർലി മെജോറിറ്റിയിൽ വരുന്നത്. ഡെലിബറേറ്റ് ആൻഡ് പ്രാഗ്മാറ്റിക് ആണ് അവരുടെ റിസ്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ദെൻ ലേറ്റ് മെജോറിറ്റിയിൽ സോഷ്യൽ പ്രഷർ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പറഞ്ഞത്. സോഷ്യൽ പ്രഷർ കാരണം ഇന്നോവേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ലേറ്റ് മെജോറിറ്റി എന്ന് പറഞ്ഞത്. അവർ സ്കെപ്റ്റിക്കലും കോഷ്യസും ആയിരിക്കും അല്ലെ, പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ടെക്നോളജീസ് വരുമ്പോൾ അവർ കുറച്ച് എതിർത്ത് നിൽക്കുന്നവരായിരിക്കും. ലെഗാർഡ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആണ്. കാരണം അവർക്ക് ആ ട്രഡീഷൻ തന്നെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. ഹൈലി റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആണ്. അതായത് പഴയ കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി ഇല്ല എങ്കിൽ മാത്രമേ അവർ എന്തിലേക്ക് വരൂ, പുതിയ ഇന്നോവേഷനിലേക്ക് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഐഡിയാസിലോട്ടും ന്യൂ ടെക്നോളജിയിലോട്ടും അവർ വരത്തുള്ളൂ. ഇത്രയാണ് കൺസ്യൂമേഴ്സിന്റെ ടൈപ്പ്. Next question, a company notices that sale of one of its long-standing product have been steadily falling despite multiple promotional effort. Competitors have introduced newer technology and customers have shifted to alternative solution. In response, the company decided to reduce its marketing spend, limit distribution to only the most profitable region, and gradually phase out the product. Which of the following strategy is the company most likely using during the decline stage of the product life cycle? ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. കമ്പനിക്ക് മനസ്സിലായി അവരുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് പ്രോഡക്റ്റിന്റെ സെയിൽസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ് എന്നും അതുപോലെ തന്നെ എത്ര പ്രൊമോഷണൽ എഫേർട്ട് എടുത്താലും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കമ്പനി നോട്ടീസ് ചെയ്തു. അതുപോലെ തന്നെ ആ സമയത്ത് ആര് വന്നു, കോമ്പറ്റേറ്റേഴ്സ് പുതിയ ടെക്നോളജി ആയിട്ട് വരികയും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ സ്വീകരിക്കുകയും ചെയ്തു എന്ന് കമ്പനി നോട്ടീസ് ചെയ്തു. ഈ ഒരു കാരണത്താൽ കമ്പനി എന്ത് ചെയ്തോ, അവരുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു പ്രോഡക്റ്റിന്മേലുള്ള മാർക്കറ്റ് സ്പെൻഡ് കുറയ്ക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് ചെയ്തു. പ്രോഫിറ്റബിൾ റീജൻസിൽ മാത്രം ഡിസ്ട്രിബ്യൂഷൻ മതി, അല്ലാത്ത എല്ലാ റീജൻസിലെയും ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവർ ഗ്രാജുവലി എന്ത് ചെയ്തു, ആ ഒരു പ്രോഡക്റ്റ് ഔട്ടാക്കി, അതായത് ഫേസ് ഔട്ട് ചെയ്തു, കോൾ ബാക്ക് ചെയ്തു, അതായത് തീർത്തു. പിന്നീട് അതിന്റെ പ്രൊഡക്ഷനോ ഡിസ്ട്രിബ്യൂഷനോ ഒന്നും നടത്തിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏത് സ്ട്രാറ്റജിയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജിൽ, അതായത് ഡിക്ലൈൻ സ്റ്റേജ് ആണ്, ആ സ്റ്റേജിൽ ഏത് സ്ട്രാറ്റജിയാണ് നമ്മുടെ കമ്പനി സ്വീകരിച്ചത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി, ഓപ്ഷൻ ബി പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി, ഓപ്ഷൻ സി ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജി, ഓപ്ഷൻ ഡി ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കമ്പനി എന്താ ചെയ്തത്, അത് നിർത്താൻ, അതായത് ആ ഒരു പ്രോഡക്റ്റ് അവിടെ നിർത്താൻ, സ്റ്റോപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റ് ചെയ്തു, അതുപോലെ തന്നെ മാർക്കറ്റ് സ്പെൻഡ് കുറച്ചു, അവസാനം ആ ഒരു സാധനം ഗ്രാജുവലി ഫേസ് ഔട്ട് ചെയ്തു. ഇതാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ അർത്ഥം എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് അവിടെ നിർത്തുകയാണ് ചെയ്തത്. സോ ഈ സ്ട്രാറ്റജി നമുക്ക് എന്തെന്ന് പറയാം, ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജി. അതായത് ആ വിളവെടുപ്പ് അവിടെ കഴിയുകയാണ് ചെയ്തത് അല്ലേ. ഇനി ആ പ്രോഡക്റ്റിന്മേൽ നമുക്ക് സെയിലോ പ്രോഫിറ്റോ ഉണ്ടാകുന്നില്ല, അതവിടെ നിർത്തുകയാണ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി എന്താണ്, ഹാർവെസ്റ്റിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജി. അപ്പൊ എന്താണ് ബാക്കിയുള്ള മാർക്കറ്റ് പെനട്രേഷൻ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി ആണ് ഓപ്ഷൻ എയിൽ പറഞ്ഞത്. ദിസ് ഈസ് യൂസ്ഡ് വെൻ എ കമ്പനി ട്രൈ ടു സെൽ മോർ ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഇവിടെ എന്താ കമ്പനി ശ്രമിക്കുന്നത്, നമ്മുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് കൂടുതൽ വിൽക്കാനാണ് ആര് ശ്രമിക്കുന്നത്, കമ്പനി ശ്രമിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണോ പറഞ്ഞത്, വീണ്ടും വിൽക്കാനാണോ ശ്രമിച്ചത്? അല്ല, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളിടത്ത് മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലായിടത്തും അത് തിരിച്ചു പിടിക്കുന്നേ. അതായത് മാർക്കറ്റിന് വേണ്ട, ഏറ്റവും അവസാനം അവിടുന്ന് നിർത്തി. അപ്പൊ നിർത്തുകയാണ് ചെയ്തത്. പെനട്രേഷനിൽ എന്താ പറയുന്നത്, കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുന്നു. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനെയാണ് മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ നമുക്ക് വരില്ല. കാരണം എന്താണ്, ഇങ്ങനെ ചെയ്യണമെങ്കിൽ
ആണെങ്കിൽ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുകയും പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് പ്രൈസ് കുറയ്ക്കുകയൊക്കെ ചെയ്ത് പല രീതിയിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ അതിനൊന്നും ആ ഒരു ക്വസ്റ്റിനകത്ത് വന്നില്ല അല്ലേ, അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല. അവരെന്താണ് ഇല്ലാത്തിടന്നല്ല എന്താണ് പ്രോഫിറ്റ് ഇല്ലാത്തിടന്നൊക്കെ അത് നിർത്തുകയാണ് ചെയ്തത്. ദെൻ ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. ദിസ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ ന്യൂ പ്രോഡക്റ്റ് ഫോർ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. എന്താണ് നമ്മളൊരു എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. നമ്മൾ അതാണോ ക്വസ്റ്റ്യനിൽ കണ്ടത്? എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ഉള്ള പ്രോഡക്റ്റിനെ നിർത്തുകയാണ് ചെയ്തത്. സോ അവിടെ പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല? ഇത് ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയിൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എന്താണ് പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പെനിട്രേഷനിൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന്റെ സെയിൽസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആൻസർ ആയിട്ട് വന്നത് ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജി ആണ്. ഇവിടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഡിക്ലൈൻ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് അതിൽ നിന്ന് പുതിയൊരു അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നില്ല, നമ്മുടെ സെയിൽസ് കുറയുന്നു, കോമ്പറ്റീഷൻ മാർക്കറ്റിലേക്ക് വരികയും നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ആ കോമ്പറ്റീറ്ററിന്റെ അടുക്കെ പോയി വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ പതിയെ എന്ത് ചെയ്യാണ്? ആ പ്രോഡക്റ്റ് എലിമിനേറ്റ് ചെയ്യുകയാണ്, അതായത് വാനിഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജി ആയിരുന്നു ഹാർവെസ്റ്റിംഗ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. മാർക്കറ്റിംഗിൽ ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജിയെ നമ്മൾ മിൽക്ക് ഇറ്റ് സ്ട്രാറ്റജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് റെഡ്യൂസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ബിസിനസ് ഓർ പ്രോഡക്റ്റ് ടു മാക്സിമൈസ് ഷോർട്ട് ടേം ക്യാഷ് ഫ്ലോ ആൻഡ് പ്രോഫിറ്റ്. എന്താണ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. നമ്മൾ എന്തിലുള്ളതാണ്? ബിസിനസ്സിലും പ്രോഡക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി ക്യാഷ് ഫ്ലോ എന്താണ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അല്ലാതെ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരികയോ പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. സോ എന്താണ് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. റെഡ്യൂസിങ് മാർക്കറ്റ് സ്പെൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഗ്രാജുവൽ ഫേസ് ഔട്ട്, ഇതൊക്കെ എന്താണ് ഹാർവെസ്റ്റിംഗിന്റെ പോയിന്റുകളാണ്, കീ പോയിന്റുകളാണ്. ഓർത്തിരിക്കുക. ഹാർവെസ്റ്റിംഗ് സ്ട്രാറ്റജിക്കകത്താണ് റെഡ്യൂസിംഗ് മാർക്കറ്റ് സ്പെൻഡ്, ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാജുവൽ ഫേസ് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി ആണ്. ദിസ് ഈസ് വെൻ എ കമ്പനി എൻ്റർ എ ന്യൂ മാർക്കറ്റ് വിത്ത് ന്യൂ പ്രോഡക്റ്റ്. ഇവിടെ എന്താണ് എക്സിസ്റ്റിംഗ് ഒന്നുമില്ല, പുതിയ പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഇപ്പോൾ ഉള്ളിടത്തുനിന്ന് മാറി വേറൊരിടത്തും കൂടെ കൊണ്ടുവരികയാണ് അല്ലേ, വേറെ പ്രോഡക്റ്റ് വേറെ സ്ഥലത്തൂടെ കൊണ്ടുവരുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഇതാണ് ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതാണോ പറഞ്ഞത്? അല്ല, അവർ ഹാർവെസ്റ്റ് ആണ് പറഞ്ഞത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ വരെ അവരെന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് പുതിയ മാർക്കറ്റിൽ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന റിസ്കി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് അണ്ടർ വേരിയസ് കാറ്റഗറീസ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ലൈൻസ് സച്ച് ആസ് പേഴ്സണൽ കെയർ, എക്സാമ്പിൾ ഡവ്, ലൈഫ് ബോയ്, ഹോം കെയർ, എക്സാമ്പിൾ സർഫ് എക്സൽ, വിം, ആൻഡ് food and beverage, example brew and Knorr. Within personal care line, HUL offers several brands, and within the Dove brand, it offers shampoo, conditioner, body wash, soap and lotion. Based on this information, which of the following statement best describe product mix characteristics of HUL? എന്താ പറഞ്ഞത്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവര് ഒരുപാട് റേഞ്ച് ഓഫ് പ്രോഡക്റ്റുകൾ അവരുടെ പ്രോഡക്റ്റ് മിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. റേഞ്ച് ഓഫ് പ്രോഡക്റ്റുകൾ വേരിയസ് കാറ്റഗറീസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ലൈൻ ആണുള്ളത്. അതിനകത്ത് പേഴ്സണൽ കെയർ ഉണ്ട്, അതുപോലെ തന്നെ ഹോം കെയർ ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജ് ഉണ്ട് അല്ലേ. അതിൽ തന്നെ പേഴ്സണൽ കെയറിൽ തന്നെ ഡവ് ഒരെണ്ണമുണ്ട്, ലൈഫ് ബോയ് ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഉണ്ട്. ഹോം കെയർ നോക്കുകയാണെങ്കിലും ഒന്നിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് നോക്കുകയാണെങ്കിലും ഒന്നിൽ കൂടുതലുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ അതായത് ഇത് ഒന്നിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഈ ഡവിന്റെ ഒരു എക്സാമ്പിൾ അവർ എടുത്ത് പറയുന്നുണ്ട്. ഈ പേഴ്സണൽ കെയറിൽ തന്നെ ആ ലൈനിൽ തന്നെ നോക്കുകയാണെങ്കിൽ HULന് എന്തുണ്ട്? അവർക്ക് ഡവ് ബ്രാൻഡിന്റെ തന്നെ ഷാമ്പൂ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, ബോഡി വാഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ലോഷൻ ഉണ്ട് അല്ലേ. ഇതുപോലെ ഒന്നിനകത്ത് അതായത് ഒരു പ്രോഡക്റ്റ് ലൈനകത്ത് നിന്ന് വീണ്ടും എന്താണ് അടുത്ത ലൈനാണ് അവർക്ക് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റ് മിക്സ് എന്താണ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻ HUL ഓഫർ റെപ്രസെന്റ് ദ ഡെപ്ത് ഓഫ് ദി പ്രോഡക്റ്റ് മിക്സ്. എന്താണ് നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് മിക്സിന്റെ ഡെപ്ത് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി, ദ നമ്പർ ഓഫ് വേരിയൻസ്
under Dow brand represent the width of the product mix. Width ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് total number of product across all categories reflect the length of the product mix. Then last one പറയുന്നത് offering soap, shampoos and lotion under Dow reflect the width of the Dow product. എന്താണ് Dow പ്രോഡക്റ്റിന്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഷാമ്പൂവും സോപ്പും അതുപോലെ തന്നെ ലോഷനും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ മൊത്തത്തിലാണ് അല്ലേ, ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ, ഈ ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ അവരുടെ പ്രോഡക്റ്റ് മിക്സിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് മിക്സിന്റെ ഡെപ്ത് എന്താണ്, വിഡ്ത്ത് എന്താണ്, ലെങ്ത് എന്താണ് എന്നുള്ള കാര്യം അറിയാമെങ്കിലാണ് ഇതിന് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് അക്രോസ് ഓൾ കാറ്റഗറീസ് റിഫ്ലക്ട് ദ ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ്. HULന്റെ പ്രോഡക്റ്റ് മിക്സിന്റെ ലെങ്ത് ആണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ നമ്പർ ഓഫ് പ്രോഡക്റ്റ്, അതായത് എല്ലാ കാറ്റഗറീസും കൂടെ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പ്രോഡക്റ്റ് മിക്സിന്റെ ലെങ്ത് ആണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡെപ്ത്, വിഡ്ത്ത്, ലെങ്ത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് വിഡ്ത്ത് എന്താണ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്താണ് എന്നാണ്. വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണ് നോക്കുന്നത്. വിഡ്ത്ത് റിഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ ദ കമ്പനി ക്യാരി. ഒരു കമ്പനി ക്യാരി ചെയ്യുന്ന ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈനിന്റെ എണ്ണമാണ് എന്തെന്ന് പറഞ്ഞത്, വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത്. ഈ ഒരു എക്സാമ്പിളിൽ ഇൻ ദ എക്സാമ്പിൾ പേഴ്സണൽ കെയർ, ഹോം കെയർ, ഫുഡ് ആൻഡ് ബിവറേജസ് ആർ 3 ഡിസ്റ്റിങ്ക്ട് ലൈൻ. നമ്മുടെ എക്സാമ്പിളിൽ ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കെയർ ഉണ്ട്, ഹോം കെയർ ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ട്. ഇതെന്താണ് 3 വ്യത്യസ്തമായിട്ടുള്ള ലൈനുകളാണ്. therefore the number of line represent width not the depth. എന്താണ്, അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, വിഡ്ത്ത് ആണ് പറയുന്നത്, അല്ലാതെ ഡെപ്ത് അല്ല. അപ്പൊ ഇത് തന്നിരിക്കുന്നത് വിഡ്ത്ത് ആണ്. ഓപ്ഷൻ എ എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയത്? ഇറ്റ് ഈസ് ഇൻകറക്ട്ലി ലേബിൾ ദ നമ്പർ ഓഫ് ലൈൻ ആസ് ഡെപ്ത് അല്ലേ. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എയിൽ പറഞ്ഞത് വിഡ്ത്തിന് പകരം ഡെപ്ത് എന്നാണ്. നിങ്ങൾ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, അവിടെ ഡെപ്ത് എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞത് ഡെപ്ത് എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, വിഡ്ത്ത് ആണ് വരേണ്ടത്. ഇനി ഓപ്ഷൻ ബിയിൽ നമുക്ക് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ദ കമ്പനി ക്യാരി വിത്തിൻ ദ പ്രോഡക്റ്റ് ലൈൻ. ഒരു പ്രോഡക്റ്റ് ലൈനിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഒരു കമ്പനി ക്യാരി ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ലൈൻ സ്പെസിഫൈ ചെയ്തെടുത്ത് അതിനകത്ത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് എന്ന് നോക്കുക, അതിനെയാണ് ലെങ്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എവരി സിംഗിൾ പ്രോഡക്റ്റ് HUL സെല്ല് ഓൾ ദി ഡൗ, ലൈഫ് ബോയ്, സർഫ്, നോസ്, ദ ടോട്ടൽ സം ഈസ് ലെങ്ത്. അതായത് ഇവിടെ നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്താണ് സെയിൽ ചെയ്തത്, അവർക്ക് ഓരോന്നിനും സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടല്ലേ. ഡവ് ഉണ്ട്, ലൈഫ് ബോയ് ഉണ്ട്, സർഫ്സ് ഉണ്ട്, നോസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, അവരുടെ ടോട്ടൽ സം അല്ലെങ്കിൽ ലെങ്ത് ആണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ ഇറ്റ് ആക്യുറേറ്റ്ലി ഡിഫൈൻ ദ ലെങ്ത് ആസ് ദി ടോട്ടൽ കൗണ്ട് അക്രോസ് ഓൾ കാറ്റഗറി. എന്താണ്, ഓപ്ഷൻ സിയിലാണ് കൃത്യമായിട്ട് ലെങ്ത് എന്ന് മെഷർ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ടോട്ടൽ കൗണ്ട് അക്രോസ് ഓൾ കാറ്റഗറി, എല്ലാ കാറ്റഗറിയിലും കൂടെ നമുക്കുള്ള ടോട്ടൽ കൗണ്ട് ആണ് ലെങ്ത് ആയിട്ട് ഓപ്ഷൻ സിയിൽ വന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആയത്. ഇനി ഡെപ്ത് എന്താണെന്ന് നോക്കാം. ഡെപ്ത് റിഫേഴ്സ് ടു ദി നമ്പർ ഓഫ് വേർഷൻ അല്ലെങ്കിൽ വേരിയൻ ഓഫേർഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഇൻ ദ ലൈൻ. അതായത് ഓരോ പ്രോഡക്റ്റ് ലൈനിലും നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് വേരിയേഷൻസ് അല്ലെങ്കിൽ വേർഷനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഡെപ്ത് എന്ന് പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ് ഡിഫറെന്റ് സൈസ്, സെന്റർ ഓഫ് ഫോർമുലേഷൻ. ഇൻ ദിസ് എക്സാമ്പിൾ ഓഫറിംഗ് ഡൗ ഇൻ ദ ഫോം ഓഫ് ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ് ആൻഡ് ലോഷൻ റെപ്രസെന്റ് ദ ഡെപ്ത്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഡവിന് വേറെയും എന്താണ്, ഡവിനകത്ത് വരുന്ന വേരിയൻസ് ആണ് ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ്, ലോഷൻ എന്നൊക്കെ പറയുന്നത്. അതെന്താണ്, ഡെപ്ത് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബിയും ഡിയും ഇൻകറക്റ്റ് ആയെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി കോൾ വേരിയന്റ് വിഡ്ത്ത് ആൻഡ് ഓപ്ഷൻ ഡി കോൾ ഡൗ വെറൈറ്റി വിഡ്ത്ത്. എന്താണ്, ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് വേരിയന്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ് എന്നും അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് ഡൗ വേരിയന്റ് ആണ് വിഡ്ത്ത് എന്നും പറഞ്ഞു അല്ലേ. ശരിക്കും പറഞ്ഞാൽ വേരിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരേണ്ടത്, ഡെപ്ത് ആണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. വിഡ്ത്ത് എന്നാണ് പറഞ്ഞത് അല്ലേ. അവിടെ എന്തിനു പകരം, ഡെപ്തിന് പകരം വിഡ്ത്ത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് വിഡ്ത്ത്, എന്താണ് ലെങ്ത്, എന്താണ് ഡെപ്ത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൗ മെനി ഡിഫറെന്റ് എയർ സെൽസ് ഇൻ ദ സ്റ്റോർ
ദേ ഓക്യുപ്പൈ, അതായത് എത്ര, ഹൗ മെനി എന്നാണ് പറയുന്നത്, ഹൗ മെനി ഡിഫറെന്റ് ഐറ്റംസ് ആണ് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, തിങ്ക് ടോട്ടൽ ആണ്. അപ്പൊ വിഡ്ത് എന്ന് പറയുന്നത് തിങ്ക് വൈഡ്, ലെങ്ത് എന്ന് പറയുന്നത് തിങ്ക് ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്. ഹൗ ലോങ് വുഡ് ദി റെസിപ്റ്റ് ബി ഇഫ് യു ബോട്ട് വൺ ഓഫ് ദി എവറിത്തിങ്. അതുപോലെ തന്നെ ഡെപ്ത് എന്ന് പറയുന്നത് തിങ്ക് ഡീപ്പ്, ഹൗ മെനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദി സെയിം തിങ് ഡു ദേ ഹാവ്, ഒരേപോലെയുള്ള എത്ര കാര്യങ്ങളുണ്ട് എന്നാണ് ഡെപ്തിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ വിഡ്ത്, ലെങ്ത്, ഡെപ്ത് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ഡിഫറൻസും കൂടെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. വിഡ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ ആണ്. അതായത് എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് പേഴ്സണൽ കെയർ, ഹോം കെയർ, ഫുഡ് ആൻഡ് ബിവറേജ് 3 ലൈൻസ് ആണ് വരുന്നത്. സോ അതിന് നമുക്ക് വിഡ്ത് എന്ന് പറയാം. നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈനിനെ നമുക്ക് വിഡ്ത് എന്ന് പറയാം. ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം ഇൻ ദ മിക്സ് ആണ്. സം ഓഫ് ഓൾ പ്രോഡക്റ്റ് അക്രോസ് 3 ലൈൻ, അതായത് ഈ 3 ലൈനിലും കൂടെ എത്ര പ്രോഡക്റ്റ് ഉണ്ട് അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർഷൻ അല്ലെങ്കിൽ വേരിയന്റ് ആണ്. ഡവിനകത്ത് തന്നെ ഷാംപൂ, കണ്ടീഷണർ, സോപ്പ്, അതുപോലെയുള്ള എന്താണ് ലോഷൻ, ഇങ്ങനെയുള്ള കുറെ ഐറ്റം ഉണ്ട്. അതെന്താണ്, ഡെപ്ത് ആണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് വിഡ്ത്, ലെങ്ത്, ഡെപ്ത് എന്നത് എന്താണെന്ന് മനസ്സിലായി. ഓർത്തിരിക്കുക, വിഡ്ത് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ലൈൻ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം ഇൻ ദി മിക്സ് ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർഷൻ അല്ലെങ്കിൽ വേരിയന്റിനെയാണ് നമ്മളത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, ഇറ്റ് ഈസ് എ ട്രൈസം ദാറ്റ് മാർക്കറ്റിംഗ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് കൺസ്യൂമേഴ്സ്. Statement 2, free samples, coupon, free trial, etc. are the examples of sales promotion measured oriented toward the consumers. Statement 3, marketing mix is a part of product mix. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പറയുന്നു, ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും കൺസ്യൂമേഴ്സിലാണ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? കൺസ്യൂമേഴ്സിന്റെ വാണ്ടും നീഡും എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് പ്രോഡക്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അല്ലേ, പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് മാർക്കറ്റിൽ വരുന്നത്. സോ എന്താണ്, മാർക്കറ്റിംഗ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരിൽ തന്നെയാണ്, കൺസ്യൂമേഴ്സിൽ തന്നെയാണ്. മോഡേൺ മാർക്കറ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, ഫ്രീ സാമ്പിൾസ്, കൂപ്പൺ, ഫ്രീ ട്രയൽസ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നൽകുന്നത്, ഈ ഫ്രീ സാമ്പിൾസും കൂപ്പൺസും ഫ്രീ ട്രയൽസും ഒക്കെ നൽകുന്നത്. സോ നമുക്ക് എന്ത് പറയാം, അതൊക്കെ സെയിൽസ് പ്രൊമോഷന്റെ എക്സാമ്പിൾസ് ആണ് എന്ന് പറയാം. മൂന്നാമത് പറയുന്നു, മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നു. എന്താണ്, പ്രോഡക്റ്റ് മിക്സിന്റെ ഒരു പാർട്ടാണ് മാർക്കറ്റിംഗ് മിക്സ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണല്ലേ? മാർക്കറ്റിംഗ് മിക്സിനകത്ത് വരുന്നതാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് അല്ലേ. മാർക്കറ്റിംഗ് മിക്സ് ആണ് വൈഡ് കോൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത്. അതിനകത്ത് വരുന്നതാണ് ഏതൊക്കെ, പ്രോഡക്റ്റ് മിക്സ്, അതുപോലെ തന്നെ പ്ലേസ് മിക്സ്, പ്രൈസ് മിക്സ്, പ്രൊമോഷൻ ഇല്ലേ, ഇതെല്ലാം അതിനകത്താണ് വരുന്നത്. സോ ഇവിടെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ്, പ്രോഡക്റ്റ് മിക്സിന്റെ പാർട്ടാണ് മാർക്കറ്റ് മിക്സ് എന്ന് പറഞ്ഞു. സോ എന്താണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 and 2 alone are correct. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 and 3 alone are correct. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 and 3 alone are correct. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 are correct. ഏതായിരിക്കും ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ട്രൈസം ദാറ്റ് മാർക്കറ്റിംഗ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് കൺസ്യൂമേഴ്സ്. കറക്റ്റ് ആണ്. എന്താണ്, മോഡേൺ മാർക്കറ്റിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ബിസിനസ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് പീപ്പിൾ, അതായത് നമ്മുടെ ആരാണോ വാങ്ങേണ്ടത് അവർക്ക് ആവശ്യമായിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ തുടങ്ങുമ്പോഴും ആര് വേണം, കൺസ്യൂമേഴ്സിന്റെ നീഡും സാറ്റിസ്ഫാക്ഷനും വേണം. അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും അത് വേണം. ബിഗിൻസ് വിത്ത് ഐഡന്റിഫൈങ് ദ നീഡ്സ്. എന്താണ്, മാർക്കറ്റിംഗ് തുടങ്ങുന്നത് എന്താ, കൺസ്യൂമേഴ്സിന്റെ നീഡും വാണ്ട്സും അതുപോലെ തന്നെ പെയിൻ പോയിന്റും ഒക്കെ കൺസ്യൂമേഴ്സിന്റെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് മോഡേൺ മാർക്കറ്റിൽ എന്താണ്, കൺസ്യൂമേഴ്സ് ആണ് ഒരു മാർക്കറ്റിംഗിന്റെ തുടക്കവും അവസാനവും എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഫ്രീ സാമ്പിൾസ്, കൂപ്പൺ, ഫ്രീ ട്രയൽസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ മെഷേഴ്സ് ഓറിയന്റഡ് ടുവാർഡ് കൺസ്യൂമേഴ്സ്. ശരിയാണ്. സെയിൽസ് പ്രൊമോഷനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്താണ്, ടാർഗറ്റ് ഓഡിയൻസുമായിട്ടാണ്. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ
കൺസ്യൂമേഴ്സ് ഓറിയന്റഡ് സെയിൽസ് പ്രൊമോഷൻ, അതായത് പുൾ പ്രൊമോഷൻ പറയുന്നുണ്ട്. ഗോൾ പറയുന്നത് ടു എൻകറേജ് ദ എൻഡ് യൂസർ ടു ട്രൈ എ ന്യൂ പ്രോഡക്റ്റ് ഓർ സ്വിച്ച് ബ്രാൻഡ്. അതുപോലെ തന്നെ അതർ കാറ്റഗറിയിൽ നമ്മൾ ട്രേഡ് ഓറിയന്റഡ് പ്രൊമോഷൻസ് ആയിട്ടുള്ള ബൾക്ക് ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. പക്ഷേ കൂപ്പണും സാമ്പിൾസും ഒക്കെ നമ്മൾ വരുന്നത് എവിടെയാണ്? പേഴ്സണൽ യൂസിലാണ് വരുന്നത്. അപ്പോൾ അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മിക്സിന്റെ ഒരു പാർട്ടല്ല, തിരിച്ചാണ് വരേണ്ടത് അല്ലേ? മാർക്കറ്റിംഗ് മിക്സിനകത്ത് 4 P's ആണ് വരുന്നത്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. സോ എന്താണ്? മാർക്കറ്റ് മിക്സിനകത്താണ് ആര് വരുന്നത്? പ്രോഡക്റ്റ് മിക്സ് വരുന്നത്, അല്ലാതെ തിരിച്ചല്ല വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. താഴെ 3 സെന്റൻസ് അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു അഡ്വർടൈസിംഗ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ശരിയാണോ? അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പെയ്ഡ് ഫോം ആണ്, പക്ഷെ നോൺ പേഴ്സണൽ അല്ലേ? അല്ലാതെ പേഴ്സണൽ സെല്ലിംഗ് ആണോ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞത്? അല്ല, പെയ്ഡ് ഫോം ശരിയാണ്, പക്ഷെ എന്താണ്? നോൺ പേഴ്സണൽ ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, പ്രീ ടെസ്റ്റ് ഓർ കോപ്പി ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ശരിയാണോ? നമ്മളൊരു പ്രീ ടെസ്റ്റ് അല്ലെങ്കിൽ കോപ്പി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ആണോ? പബ്ലിക്കിന്റെ ഇടയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തതിന് ശേഷമാണോ പ്രീ ടെസ്റ്റ് ചെയ്യേണ്ടത്? അതിന് മുന്നേ ആണ്. സോ ആഫ്റ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു സെന്റൻസ് തെറ്റാണ്. 3, പബ്ലിക് റിലേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ പ്രോസസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ്മാൻഷിപ്പിലൂടെയാണോ പബ്ലിക് റിലേഷൻ ചെയ്യുന്നത്? പേഴ്സണൽ സെല്ലിംഗ് ആണ് സെയിൽസ്മാൻഷിപ്പിലൂടെ വരുന്നത്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഡിയൻസിനെ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്, അല്ലാണ്ട് 1 to 1 അല്ല അല്ലേ? സോ എന്താണ്? ഇതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 and 2 alone are true. സ്റ്റേറ്റ്മെന്റ് 2 and 3 are true. സ്റ്റേറ്റ്മെന്റ് 1 and 3 are true. ലാസ്റ്റ് വൺ none of the statement are true. എന്തായിരിക്കും? ഒരു സ്റ്റേറ്റ്മെന്റും ശരിയല്ല. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി കൊടുക്കാം. none of the statements are true. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അഡ്വർടൈസിംഗ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. തെറ്റല്ലേ? എന്തുകൊണ്ടാണ്? പേഴ്സണൽ സെല്ലിംഗ് ആണോ വരുന്നത്? അല്ല, നോൺ പേഴ്സണൽ ആണ് എന്തെന്ന് പറയുന്നത്? അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരില്ല? ആ ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് തെറ്റാണ്. പേഴ്സണൽ സെല്ലിംഗിനകത്ത് ഡയറക്റ്റ് സെയിൽസ്, ഫേസ് ടു ഫേസ് ഒക്കെയാണ് വരുന്നത്, അല്ലാണ്ട് അഡ്വർടൈസിംഗ് അല്ല വരുന്നത്. രണ്ടാമത്തേനകത്ത് പ്രീ ടെസ്റ്റ് ഓർ കോപ്പി ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ഇൻ ദി പബ്ലിക് ഡൊമൈൻ എന്ന് പറഞ്ഞു. എന്താണ്? പ്രീ ടെസ്റ്റ് അല്ലെങ്കിൽ കോപ്പി ടെസ്റ്റ് എന്ന് പറയുന്നത് ബിഫോർ ആണ് അല്ലേ? ഒരു ആഡ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആണ് കോപ്പി ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീ ടെസ്റ്റ് നടത്തേണ്ടത്, അല്ലാണ്ട് ആഡിന് ശേഷമല്ല. പോസ്റ്റ് ടെസ്റ്റിംഗ് ആണ് എങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ആഫ്റ്റർ ദി ആഡ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രീ ടെസ്റ്റ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ലാസ്റ്റ് വൺ, പബ്ലിക് റിലേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ പ്രോസസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്. തെറ്റാണ് അല്ലേ? ദിസ് 2 functions ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗോൾസ് ആൻഡ് മെത്തേഡ്സ്. പബ്ലിക് റിലേഷനും സെയിൽസ്മാൻഷിപ്പും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പബ്ലിക് റിലേഷൻ ഫോക്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് എ പോസിറ്റീവ് ബ്രാൻഡ് ഇമേജ് അല്ലേ? ഇമേജ് ആൻഡ് നമ്മുടെ കമ്പനിയുടെ ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് റിലേഷൻ വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് പെർസ്യൂഡിങ് എ കസ്റ്റമർ ടു മേക്ക് ആൻ ഇമ്മീഡിയറ്റ് പർച്ചേസ്. ഒരു കസ്റ്റമറെ കൊണ്ട് പെട്ടെന്നൊരു പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ഫോക്കസ്ഡ് ആക്ടിവിറ്റി. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ഫോക്കസ്ഡ് ആക്ടിവിറ്റി, ഇമ്മീഡിയറ്റ് പർച്ചേസ് ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. First one, in the promotion mixer, the push blend emphasis on impersonal selling, whereas pull blend emphasis on personal selling. എന്താണ്? നമ്മുടെ പ്രൊമോഷൻ മിക്സിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ പുഷ് ബ്ലെൻഡ് എന്ന് പറയുന്നത് ഇംപേഴ്സണൽ ആണ് എന്നും പുൾ ബ്ലെൻഡ് എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിങ്ങിന്റെ മെത്തേഡ് ആണ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? നേരെ തിരിച്ചായിരുന്നു വരേണ്ടത് അല്ലേ? അതായത് പ്രൊമോഷൻ മിക്സിൽ നമുക്കറിയാം പുഷ് ബ്ലെൻഡ് എന്ന് പറയുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പുൾ ബ്ലെൻഡ് ആണ് ഏത്? ഇംപേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. 2, സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ് അഡ്വർടൈസിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. എന്താണ്? സെയിൽസ് പ്രൊമോഷൻ അകത്ത് വരുന്നതാണ് അഡ്വർടൈസിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് എന്നാണ് പറഞ്ഞത്. തെറ്റാണല്ലേ? നമ്മുടെ പ്രൊമോഷണൽ മിക്സിനകത്ത് വരുന്നതാണ് ഈ സെയിൽസ് പ്രൊമോഷനും അഡ്വർടൈസിംഗും പബ്ലിക് റിലേഷനും അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇതല്ല വൈഡ് കാറ്റഗറി എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊമോഷണൽ മിക്സിനകത്താണ് ഇതെല്ലാം വരുന്നത്.
സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 പേഴ്സണൽ സെല്ലിംഗ് റിഫേഴ്സ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി കസ്റ്റമർ ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സെയിൽസ്. അത് ശരിയാണ് അല്ലേ. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് സെയിൽ നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടി കസ്റ്റമേഴ്സിനെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞത്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. 1ഉം 2ഉം ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 along are wrong. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 1 and 3 along are wrong. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 2 and 3 along are wrong. ലാസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 are wrong. ഏതൊക്കെയാണ് തെറ്റ്? 1ഉം 2ഉം ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 along are wrong എന്ന് പറയാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഇൻ ദി പ്രൊമോഷൻ മിക്സ് ദ പുഷ് ബ്ലെൻഡ് എംഫസിസ് ഓൺ ഇംപേഴ്സണൽ സെല്ലിംഗ് വേർ ദി പുൾ ബ്ലെൻഡ് എംഫസിസ് ഓൺ പേഴ്സണൽ സെല്ലിംഗ്. തിരിച്ചായിരുന്നു പറയേണ്ടതെന്ന് പറഞ്ഞു. അവിടെ എന്താണ്? തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഫോക്കസ് ഓൺ മൂവിംഗ് ദ പ്രോഡക്റ്റ് ത്രൂ ദി ചാനൽ. അതായത് ചാനലിലൂടെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് മൂവ് ചെയ്യുക. മാനുഫാക്ചറിൽ നിന്ന് ഹോൾസെയിലറിലേക്ക്, അയാളിൽ നിന്ന് റീറ്റെയിലറിലേക്ക്, അങ്ങനെ പോകുന്നതാണ് ഇതെന്ന് പറഞ്ഞത് പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഹെവിലി ഓൺ പേഴ്സണൽ സെല്ലിംഗ് ടു കൺവൈൻസ് ഓർ ഓണർ ടു സ്റ്റോക്ക് ദ ഗുഡ്സ്. ഇവിടെ നമ്മൾ ആരെയാണ് എയിം ചെയ്യുന്നത്? നമ്മുടെ സ്റ്റോർ ഓണർ, അതായത് റീറ്റെയിലർ അല്ലെങ്കിൽ ഹോൾസെയിലറെ ആണ്. അവരുടെ സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നത് റീറ്റെയിലറിനോ അല്ലെങ്കിൽ ഹോൾസെയിലറെ ആണ്. സോ അതാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ഇനി പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫോക്കസ് ചെയ്യുന്നത് എൻഡ് കൺസ്യൂമേഴ്സിനെയാണ്. അതായത് എൻഡ് കൺസ്യൂമേഴ്സിനെ കൊണ്ട് ഈ സാധനം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് യൂസ് ഇംപേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ എന്താണ്? ഇംപേഴ്സണൽ സെല്ലിംഗ് ആണ് നടത്തുന്നത്. ലൈക്ക് മാസ് മീഡിയ അഡ്വർടൈസിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ. നമ്മൾ അഡ്വർടൈസിങ്ങും സോഷ്യൽ മീഡിയ വഴിയുള്ള അഡ്വർടൈസ്മെന്റും ഒക്കെ കൊടുത്തിട്ട് ഒരു ഇംപേഴ്സണൽ സെല്ലിംഗ് എൻഡ് കൺസ്യൂമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ടു ക്രിയേറ്റ് ഡിമാൻഡ് സോ ദാറ്റ് കൺസ്യൂമേഴ്സ് പുൾ ദ പ്രോഡക്റ്റ് ഫ്രം ദി സെൽസ്. എന്താണ്? കൺസ്യൂമേഴ്സ് വന്നിട്ട് ആവശ്യപ്പെടുകയാണ് ഇന്ന പ്രോഡക്റ്റ് വേണമെന്ന്. അതാണ് ഏതെന്ന് പറഞ്ഞത്? നമ്മുടെ പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. അപ്പൊ അത് തിരിഞ്ഞു വരുന്നത് ക്വസ്റ്റ്യനിൽ തിരിച്ചാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തത് സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ് അഡ്വർടൈസിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. തെറ്റാണ്. കാരണം പ്രൊമോഷണൽ മിക്സിനകത്ത് വരുന്ന സബ് കാറ്റഗറീസ് ആണ് ഏത്? സെയിൽസ് പ്രൊമോഷൻ ആയാലും അഡ്വർടൈസ്മെന്റ് ആയാലും അതുപോലെ തന്നെ പബ്ലിക് റിലേഷനും പേഴ്സണൽ സെല്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകത ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പെയ്ഡ് ഫോം ആണ്, നോൺ പേഴ്സണൽ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷനും ഇമേജിനും വേണ്ടിയിട്ടാണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് 1-on-1 സെല്ലിംഗ് ആണ് വരുന്നത്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഇൻസെന്റീവ്സ് ലൈക്ക് കൂപ്പൺ. ഈ ഒരു 4 ടേമുകൾ പ്രൊമോഷണൽ മിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് സെയിൽസ്. അല്ലേ? കസ്റ്റമേഴ്സുമായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് ആ ഒരു 3 സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെയാണ് തെറ്റ് എന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. അതിന്റെ കറക്ഷൻ എന്ന് പറയുന്നത് പുഷ് എന്ന് പറയുന്നത് പേഴ്സണലും പുൾ എന്ന് പറയുന്നത് ഇംപേഴ്സണലും ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കാരണം എല്ലാം എന്തിലാണ് വരുന്നത്? പ്രൊമോഷണൽ മിക്സിലാണ് വരുന്നത്, അല്ലാതെ ഒന്നിന്റെ സബ് കാറ്റഗറി അല്ല മറ്റേത് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. എന്താണ്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻക്ലൂഡ് stages such as identification of alternative, recognition of unsatisfied need, purchase decision and evaluation of alternative. എന്താണ്? കൺസ്യൂമേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നീട് അൺസാറ്റിസ്ഫൈഡ് നീഡ് കണ്ടുപിടിക്കുന്നു, പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നു, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് നടത്തുന്നു. ശരിയാണോ? ഇതൊരു ഓർഡറിലാണോ? നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴും ആദ്യം നോക്കേണ്ടത് നമ്മുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, പിന്നീടാണ് പർച്ചേസ് ഡിസിഷൻ എടുക്കേണ്ടത്. അല്ലേ? ഇവിടെ അതുകൊണ്ട് എന്താ തിരിച്ചാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. 2, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, പെർസെപ്ഷൻ, മോട്ടിവേഷൻ എക്സെട്ര ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ദി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. എന്താണ്? കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ? ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, പെർസെപ്ഷൻ, മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദി സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് വാട്ട്, വെൻ, വെയർ, ഹൗ മച്ച് എക്സെട്ര ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ്? കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ
കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് ബിഹേവിയർ ആണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. എന്താണ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടത്, എവിടെ നിന്നാണ് വേണ്ടത്, എത്രയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് കൺസ്യൂമർ ബിഹേവിയറിൽ സ്റ്റഡി ചെയ്യുന്നത്. അതും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. ഒന്നൊഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലേ. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1, 2 alone are correct. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 and 3 alone are correct. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 and 3 alone are correct. ലാസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 are correct. ഏതാണ് ശരി? 2 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞു. കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നതിന്റെ സീക്വൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ നീഡ് റെക്കഗ്നൈസ് ചെയ്യണം. അതിനുശേഷം ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക, അതായത് ഓൾട്ടർനേറ്റീവ്സ് നോക്കുക. ദെൻ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, പർച്ചേസ് ഡിസിഷൻ, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന തെറ്റാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്നാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൺസ്യൂമർ ബിഹേവിയറിന് വരുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ലേണിങ്സ്, ബിലീഫ്സ് എന്നൊക്കെ പറഞ്ഞത്. സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ കൺസ്യൂമർ ബിഹേവിയറിന്റെ ഡെഫിനിഷൻ ആണ് മൂന്നാമതായിട്ട് പറഞ്ഞത്. ശരിയാണ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്യുറേറ്റ് ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. കൺസ്യൂമർ ബിഹേവിയർ എന്താണ്? സ്റ്റഡി ഓഫ് പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് സെലക്ടഡ് പർച്ചേസ്, യൂസ് ഓർ ഡിസ്പോസ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ്, ഐഡിയ ഓർ എക്സ്പീരിയൻസ് ടു സാറ്റിസ്ഫൈ ദ നീഡ് ആൻഡ് ഡിസയർ. ഇറ്റ് ഈസ് എസെൻഷ്യലി സീക്ക് ടു ആൻസർ വാട്ട്, വെൻ, വെയർ ആൻഡ് വൈ ഓഫ് ബൈയിങ്. എന്തുകൊണ്ടാണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ്, എന്തിനാണ്, എത്രമാത്രം വാങ്ങിക്കണം, എത്ര രൂപ കൊടുത്തിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വൺ, സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ റിഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ഇൻടു ഹോമോജീനിയസ് സെഗ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ഏജ്, ഇൻകം ഓർ ഒക്യുപ്പേഷൻ എക്സെട്ര. എന്താണ്? ഏജിന്റെയും ഇൻകത്തിന്റെയും ഒക്യുപ്പേഷന്റെയും ബേസിലാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ വരുന്നത് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണല്ലേ. ഏജും ഇൻകവും ഒക്യുപ്പേഷനും വരുന്നത് സൈക്കോഗ്രാഫിക് അല്ല. അതെന്താണ് നമുക്ക് എക്സ്പ്ലനേഷനിൽ കാണാം. രണ്ടാമത് പറയുന്നു CRM എയിം അറ്റ് ഇമ്മീഡിയറ്റ് സെയിൽസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഹാസ് ഓൺലി നാരോ സ്കോപ്പ് ഓഫ് മേക്കിംഗ് ഷോർട്ട് ടേം റിസൾട്ട്. CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. അവിടെ ഇമ്മീഡിയറ്റ് സെയിൽസ് ഇംപ്രൂവ്മെന്റ് ആണ് നടത്തുന്നതെന്നും നാരോ സ്കോപ്പ് ആണ് എന്നും ഷോർട്ട് ടേം റിസൾട്ട് ആണ് വരുന്നതും എന്നാണ് പറഞ്ഞത്. തെറ്റാണ് അല്ലേ. CRM എന്ന് പറയുന്നത് ലോങ് ടേം നേച്ചറിലുള്ളതാണ്, ബ്രോഡർ സ്കോപ്പ് ആണ് വരുന്നത്. മൂന്നാമത്തത്, ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ പ്രൈമർലി ഇൻ നേച്ചർ ആൻഡ് ആർ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. അതായത് നമ്മുടെ ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഡിപ്പെൻഡ്, അതായത് കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണോ? കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡും വരുന്നത് അല്ലേ. അപ്പൊ അത് ഡിപ്പെൻഡന്റ് ആണ്, അല്ലാണ്ട് നോട്ട് ഡിപ്പെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് ആണല്ല വരുന്നത്, ഡിപ്പെൻഡ് ആണ്. സോ എന്താ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ശരി ഏതെന്നാണ് ചോദിച്ചത്. സ്റ്റേറ്റ്മെന്റ് 1 alone is true, സ്റ്റേറ്റ്മെന്റ് 2 alone is true, സ്റ്റേറ്റ്മെന്റ് 3 alone is true, none of the statement are true. എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റും ശരിയല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, none of the statement are true. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞത് ഏജ്, ഇൻകം എക്സെട്ര ആണെന്നാണ് പറഞ്ഞത്. തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റിയത്? ഏജ്, ഇൻകം ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ഓക്കെ, മറന്നു പോകരുത്. ദിസ് ഈസ് വാട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ്. ഇറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബൈ ഒബ്ജക്റ്റീവ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഏജ്, ഇൻകം, ജെൻഡർ, എക്യുപ്പേഷൻ. എന്താണ്? സൈക്കോഗ്രാഫിക്കിന് പകരം എന്താണ് വരേണ്ടത്? ഡെമോഗ്രാഫിക് ആണ് ഏതെന്ന് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒബ്ജക്റ്റീവ്, ഫിസിക്കൽ, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ ഏജ്, ഇൻകം, ജെൻഡർ, ഒക്യുപ്പേഷൻ ഒക്കെ വരുന്നത് എവിടെയാണ്? ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷനിലാണ്. അപ്പൊ സൈക്കോഗ്രാഫിക്കിൽ എന്തായിരിക്കും വരുന്നത്? ഒരാളുടെ പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽസ്, വാല്യൂസ്, ഇൻട്രസ്റ്റ് ആൻഡ് സോഷ്യൽ ക്ലാസ് ആണ് ഇവിടെ വരുന്നത് സൈക്കോഗ്രാഫിക്കിൽ വരുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക്കിലാണ് ഏജ്, ഇൻകം, ജെൻഡർ വരുന്നത്. സൈക്കോഗ്രാഫിക്കിൽ വരുന്നത് പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽസ്, വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് CRM എന്ന് പറയുന്നത് നാരോ ഷോർട്ട് ടേം കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ സ്കോപ്പ് ആണ് എന്ന് പറഞ്ഞു. തെറ്റാണ് അല്ലേ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ല. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ആണ് അല്ലേ. കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നാണ് പറയുന്നത്. ദ ഗോൾ ഓഫ് CRM ഈസ് ലോങ് ടേം ലോയൽറ്റി ആൻഡ് മാക്സിമൈസ് ദി കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് എ ലോങ് ടേം ലോയൽറ്റി. അതുപോലെ തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത്
പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദി റിലേഷൻഷിപ്പ് നോട്ട് ജസ്റ്റ് ദി ട്രാൻസാക്ഷൻ. അതായത് റിലേഷൻഷിപ്പ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു സെയിൽ കൂട്ടുക അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കൂട്ടുക എന്നുള്ളതല്ല. എ സ്ട്രാറ്റജി ദാറ്റ് ഈസ് ഓൺലി എയിം ഫോർ ഇമ്മീഡിയറ്റ് സെയിൽ ഈസ് കോൾഡ് ട്രാൻസാക്ഷണൽ മാർക്കറ്റിംഗ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇമ്മീഡിയറ്റ് സെയിൽസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ മാർക്കറ്റിംഗ് ആണ്, അല്ലാതെ ഏതല്ല, CRM അല്ല. ലാസ്റ്റ് വൺ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് പറഞ്ഞത്. തെറ്റാണ് അല്ലേ? കാരണം അത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് വരുന്നത്, അല്ലാതെ ഇൻഡിപെൻഡന്റ് അല്ല. കാരണം നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ചിട്ടോ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡിനകത്തും വ്യത്യാസം ഉണ്ടാകും. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റിയത്. നെക്സ്റ്റ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകൾ എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നൽകാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം എന്താണ്? ഡെമോഗ്രാഫിക്കും സൈക്കോഗ്രാഫിക്കും തിരിച്ചാണ് പറഞ്ഞത്. ഏജ് ഇൻകം വരുന്നത് ഡെമോഗ്രാഫിക്കിലാണ്, ലൈഫ് സ്റ്റൈൽസ് വാല്യൂസ് ആണ് സൈക്കോഗ്രാഫിക്കിൽ വരുന്നത്. രണ്ടാമത്തത് CRMന്റെ കേസിൽ ടൈം ഹൊറീസോൺ ആണ് തെറ്റിയത്. ഷോർട്ട് ടേം എന്നാണ് പറഞ്ഞത്, ലോങ് ടേം ആണ് CRM വരുന്നത്. ഷോർട്ട് ടേം വരുന്നത് ട്രാൻസാക്ഷണൽ ആണ്. ലാസ്റ്റ് വണ്ണില് ഡിമാൻഡ് നേച്ചർ ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, ലൈൻ ഡെപ്ത് റിഫേഴ്സ് ടു ദി നമ്പർ ഓഫ് പ്രോഡക്റ്റ് വേരിയന്റ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്ത്? ലൈൻ ഡെപ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് പ്രോഡക്റ്റ് വേരിയന്റ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ. ഒരു പ്രോഡക്റ്റ് ലൈനിലുള്ള നമ്പർ ഓഫ് പ്രോഡക്റ്റ് വേരിയന്റിനെയാണ് നമ്മൾ ലൈൻ ഡെപ്ത് എന്ന് പറഞ്ഞത്. രണ്ടാമത്, ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ് റിഫേഴ്സ് ടു നമ്പർ ഓഫ് പ്രോഡക്റ്റ് സോൾഡ് ഇൻ ഓൾ പ്രോഡക്റ്റ്. ഇനി എന്താണ്? ലെങ്ത് ആണ് പറയുന്നത്. ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോഡക്റ്റ് സോൾഡ് ഇൻ ഓൾ പ്രോഡക്റ്റ് ലൈൻ. എല്ലാ പ്രോഡക്റ്റ് ലൈനിലും കൂടെ നമ്മൾ എത്ര പ്രോഡക്റ്റ് ആണോ വിൽക്കുന്നത് അതിന്റെ നമ്പറിനെയാണ് ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞത്. അതും ശരിയാണ്. 3 പറയുന്നു, ഇൻ ഗ്രോത്ത് സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ദ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് റീച്ച് ഇറ്റ്സ് സാറ്റുറേഷൻ പോയിന്റ്. ശരിയാണോ? ലൈഫ് സൈക്കിളിൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രോത്ത് സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് സാറ്റുറേഷൻ പോയിന്റിലാണോ എത്തുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത് വളർച്ചയുടെ കാലമാണ്, അത് സാറ്റുറേഷൻ പോയിന്റിലല്ല എത്തുന്നത്. സോ എന്താണ്? അത് തെറ്റാണ് അല്ലേ? അപ്പൊ നമ്മളോട് ചോദിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 alone is false. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 alone is false. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 alone is false. ലാസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് 2 and 3 are false. ഏതാണ്? മൂന്നാമത്തേതാണ് തെറ്റായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് 3 alone is false. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഡെപ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോഡക്റ്റ് വേരിയന്റ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ ആണ്. ദെൻ രണ്ടാമത്തത് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് മിക്സ്. ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോഡക്റ്റ് സോൾഡ് ഇൻ എ പ്രോഡക്റ്റ് ലൈൻ ആണ്. ഒരു പ്രോഡക്റ്റ് ലൈനിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് സോൾഡ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? അതാണ് ലെങ്ത് എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? ശരിയാണ്. ലാസ്റ്റ് ഇതാണ് നമുക്ക് തെറ്റിയത്. എന്താണ്? ഗ്രോത്ത് സ്റ്റേജിനകത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് സാറ്റുറേഷൻ പോയിന്റിലാവും എന്ന് പറഞ്ഞു. അതാണ് തെറ്റ്. എന്താണ്? ഗ്രോത്ത് സ്റ്റേജ് അല്ലെങ്കിൽ മെച്യൂരിറ്റി സ്റ്റേജിൽ നമുക്ക് ആക്സിലറേറ്റിംഗ് ആണ് അല്ലേ? അതായത് നമ്മുടെ ഡിമാൻഡ് ആക്സിലറേറ്റ് ചെയ്യാണ്. സാറ്റുറേഷൻ പോയിന്റിലാണ് അത് എന്താവുന്നത്? ഡിക്ലൈൻ ആകുന്നത്, അല്ലാതെ ഗ്രോത്ത് സ്റ്റേജിലല്ല. സോ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റീറ്റെയിൽ കമ്പനി യൂസ് കസ്റ്റമേഴ്സ് ഡേറ്റ ടു പേഴ്സണലൈസ് ഇമെയിൽ ഓഫേഴ്സ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പർച്ചേസ്, send birthday discount and provide customer service via chat support. These actions are most closely associated with which type of CRM strategy? എന്താണ്? ഒരു റീറ്റെയിൽ കമ്പനി കസ്റ്റമേഴ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്യുകയും അവർക്ക് എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുകയും ചെയ്യും. അവരുടെ പാസ്റ്റ് പർച്ചേസിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ബർത്ത്ഡേക്ക് ഡിസ്കൗണ്ടുകൾ സെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ചാറ്റ് സപ്പോർട്ട് വഴി നൽകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏത് CRM സ്ട്രാറ്റജി ആണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ അനലറ്റിക്കൽ CRM, ഓപ്ഷൻ ബി ഓപ്പറേഷണൽ CRM, ഓപ്ഷൻ സി കൊളാബറേറ്റീവ് CRM, ഓപ്ഷൻ ഡി സ്ട്രാറ്റജിക് CRM. ഏതാണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷണൽ CRM. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പാസ്റ്റ് പർച്ചേസിനെ ബേസ് ചെയ്തുകൊണ്ട് പേഴ്സണലൈസ്ഡ് ഇമെയിൽസ്, ബർത്ത്ഡേ ഡിസ്കൗണ്ടുകൾ, ഇതൊക്കെയാണ്
ചാറ്റ് സപ്പോർട്ട് വഴി സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഏതെന്ന് പറഞ്ഞത് ഓപ്പറേഷണൽ CRMന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പറേഷണൽ CRM എന്ന് പറയുന്നത് ആക്ഷൻ ലെയർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു CRM സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആക്ഷൻ ലെയർ ആണ്. ദിസ് ഈസ് ദി ഫ്രണ്ട് ഓഫീസ് ഓഫ് ദി CRM വേർഡ്. ഇറ്റ് ഫോക്കസ് ഓൺ ഓട്ടോമേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ഡേ ടു ഡേ ഇന്ററാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ്. എന്താണ്? കസ്റ്റമേഴ്സുമായിട്ട് ഡേ ടു ഡേ ഇന്ററാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓട്ടോമേറ്റിംഗ് ഫോക്കസ് ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷണൽ CRM എന്ന് പറഞ്ഞത്. ഇതൊരു ഫ്രണ്ട് ഓഫീസ് CRM വേൾഡ് ആണ് എന്ന് പറയാം. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡിങ് ദീസ് പേഴ്സണലൈസ്ഡ് ഇമെയിൽസ് ആൻഡ് ബർത്ത്ഡേ ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ബേസ്ഡ് ഓൺ ദി ട്രിഗർ. ഇവിടെയാണ് നമ്മുടെ ആൻസർ വന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? പേഴ്സണലൈസ്ഡ് ഇമെയിൽസും ബർത്ത്ഡേ ഡിസ്കൗണ്ടും ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഓപ്പറേഷണൽ CRMൽ വരുന്നത്. അതുപോലെ സർവീസ് ഓട്ടോമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ചാറ്റ് സപ്പോർട്ട് ടു റിസോൾവ് ഇഷ്യൂ ക്വിക്ലി. ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ ചാറ്റ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് സർവീസ് ഓട്ടോമേഷൻ ആണ്. സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ മാനേജിങ് ലീഡ് ആൻഡ് കോൺടാക്ട്. ലീഡും കോൺടാക്റ്റും ഒക്കെ മാനേജ് ചെയ്യുന്നതാണ് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ. ഇത് മൂന്നും എവിടെയാണ് വരുന്നത്? ഓപ്പറേഷണൽ CRMലാണ് വരുന്നത്. രണ്ടാമത്തത് അനലിറ്റിക്കൽ CRM ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. ബ്രെയിൻ ലെയർ എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്? നമ്മുടെ അനലിറ്റിക്കൽ CRMനെ അറിയപ്പെടുന്നത്. ദിസ് ഹാപ്പൻ ബിഹൈൻഡ് ദ സീൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കർട്ടന്റെ പിറകിലാണ് എന്ന് പറയാം. ഇറ്റ് യൂസ് ഡേറ്റ മൈനിങ്, പാറ്റേൺ റെക്കഗ്നിഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ഡേറ്റ ഒക്കെ ഡേറ്റ മൈനിങ് ചെയ്യുന്നു, പാറ്റേൺ റെക്കഗ്നിഷൻ നടത്തുകയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന എന്താണ് നമ്മുടെ കർട്ടന് പുറകിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഏത്? അനലിറ്റിക്കൽ CRM എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ എക്സാമ്പിളിനകത്ത് എന്താണ്? വിത്ത് ഓപ്പറേഷണൽ CRM സെൻഡ് ദ ഇമെയിൽ. അനലിറ്റിക്കൽ CRMൽ ലുക്ക് പാസ്റ്റ് പർച്ചേസ്. എന്താണ്? നമ്മൾ ഓപ്പറേഷണൽ CRM വഴി എന്ത് നൽകി എന്ന് പറഞ്ഞു? ഇമെയിൽസ് സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ അനലിറ്റിക്കൽ CRM വഴിയാണ് പാസ്റ്റ് പർച്ചേസ് റെക്കഗ്നൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡേറ്റ മൈനിങ് നടത്തുന്നതും അല്ലേ? അതാണ് അനലിറ്റിക്കൽ CRM. ദെൻ കൊളാബറേറ്റീവ് CRM എന്ന് പറഞ്ഞത് ബ്രിഡ്ജ് ലെയർ ആണ്. ഇതിന് രണ്ടിനും കൂടെ ബ്രിഡ്ജ്, അതായത് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതാണ് കൊളാബറേറ്റീവ് CRM എന്ന് പറഞ്ഞത്. ദിസ് ഈസ് അബൌട്ട് ബ്രേക്കിംഗ് ഡൗൺ സോയിൽസ്. ഇറ്റ് എൻഷുർ ദാറ്റ് എവരി ഡിപ്പാർട്ട്മെന്റ് ഫ്രം സെയിൽസ് ടു ടെക്നിക്കൽ സപ്പോർട്ട് ഹാസ് സെയിം വ്യൂ ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടുള്ള സെയിം വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൊളാബറേറ്റീവ് CRM എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കൊളാബറേറ്റീവ് CRM എന്താണ് ഇവിടെ ചെയ്യുന്നത്? എൻഷുർ ദി സപ്പോർട്ട് ഏജന്റ് ക്യാൻ സീ ദ ഡിസ്കൗണ്ട് വാസ് സെൻഡ് ആൻഡ് വൈ. ആ ഒരു ഡിസ്കൗണ്ട് അവർക്ക് കൊടുത്തോ, അത് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള കാര്യമാണ് ആര് നോക്കുന്നത്? കൊളാബറേറ്റീവ് CRM നോക്കുന്നത്. ലാസ്റ്റ് വൺ ആയിരുന്നു സ്ട്രാറ്റജിക് CRM അല്ലെങ്കിൽ കൾച്ചറൽ ലെയർ എന്നറിയപ്പെടുന്നത്. ദിസ് ഈസ് എ ബിസിനസ് വൈഡ് ഫിലോസഫി റാദർ ദാൻ സ്പെസിഫിക് സോഫ്റ്റ്വെയർ ഫീച്ചർ. എന്താണ്? ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയർ ഫീച്ചറിനേക്കാൾ ഉപരി ഇതെന്താണ്? ഒരു വൈഡ് ഫിലോസഫി ആണ് ഏതെന്ന് പറഞ്ഞത്? സ്ട്രാറ്റജിക് CRM എന്ന് പറഞ്ഞത്. ഇറ്റ് പ്രയോറിറ്റൈസ് ദ കസ്റ്റമേഴ്സ് നീഡ് എബവ് ഓൾ എൽസ് ടു ഡ്രൈവ് ലോങ് ടേം ലോയൽറ്റി. എന്താണ്? ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ലോങ് ടേം ലോയൽറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബർത്ത്ഡേ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്നു, ഇതൊക്കെ എന്താണ്? ലോങ് ടേം റിട്ടൻഷന് വേണ്ടിയിട്ടാണ് എങ്കിൽ അതെന്താണ്? സ്ട്രാറ്റജിക് CRM ആണ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് ആ ഒരു കമ്പാരിസൺ ആണ്. എന്താണ് ഈ 4 CRM തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഓപ്പറേഷണൽ CRMന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ആൻഡ് എക്സിക്യൂഷൻ ആണ്. അതിന്റെ കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇമെയിൽസ് സെൻഡ് ചെയ്യുക, ചാറ്റ് സപ്പോർട്ട് കൊടുക്കുക, ബർത്ത്ഡേ ട്രിഗേഴ്സ് നടത്തുക. ഇതൊക്കെ എന്താണ്? ഓപ്പറേഷണൽ CRMലാണ് വരുന്നത്. ഇനി അനലിറ്റിക്കൽ CRM എന്ന് പറയുന്നത് ഡേറ്റ ആൻഡ് പാറ്റേൺ ആണ് വരുന്നത്. എന്താണ്? പാസ്റ്റ് പർച്ചേസ് പ്രോസസ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റ് പർച്ചേസിംഗ് ഡേറ്റ പ്രോസസ് ചെയ്യുക, എന്താണ് അവർക്ക് വേണ്ടതെന്ന് പേഴ്സണലൈസ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? അനലിറ്റിക്കലിലാണ് വരുന്നത്. ഇനി കൊളാബറേറ്റീവിൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. എൻഷുറിംഗ് ദ ചാറ്റ് ഏജന്റ് നോ അബൌട്ട് ഇമെയിൽ ഓഫർ സെൻഡ് ബൈ മാർക്കറ്റിംഗ്. എന്താണ്? ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് കൺസ്യൂമർ സെൻട്രിക് ആണ് എന്ന് പറയാം. ദ ഹൈ ലെവൽ ഗോൾ ഓഫ് കീപ്പിംഗ് കസ്റ്റമേഴ്സ് ലോയൽ വയ പേഴ്സണലൈസേഷൻ വഴി കസ്റ്റമേഴ്സിനെ കീപ്പ് ചെയ്യുന്നുണ്ട്, ലോയലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. അതാണ് കസ്റ്റമർ സെൻട്രിക്കിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് CRM ടൈപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ റീസെന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാർക്കറ്റിംഗ് നേരെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈലി ആപ്ലിക്കബിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഇനിയുള്ള എക്സാമിനും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതോടൊപ്പം എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.